നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ പൊന്നോ എന്ന് കഴിഞ്ഞ ഒരാഴ്ച വിളിച്ചതുപോലെ ഇപ്പോൾ വിളിക്കാൻ കഴിയില്ല. കുറെ കൂടി ബാസിട്ട് വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ്. സ്വർണ്ണവില കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 74,320 രൂപയിലേക്കാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു പവന് കൂടിയത് 2,200 രൂപയാണ്. ഗ്രാമിന് 275 രൂപ. സ്വർണം ഒരു മൂലധന നിക്ഷേപം എന്ന നിലയ്ക്ക് അതിൽ ഓഹരികൾ മുടക്കിയിരിക്കുന്നവർക്ക് സ്വാഭാവികമായും സ്വർണ്ണവില ഉയരുന്നത് വലിയ ലാഭം തന്നെയാണ്. പക്ഷേ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവർക്ക് കേരളത്തിൻ്റെ ഒരു സാമൂഹിക പരിതസ്ഥിതിയിൽ വിവാഹത്തിനും മറ്റാവശ്യങ്ങൾക്കുമൊക്കെ സ്വർണം വാങ്ങുന്നത് കേരളത്തിൻ്റെ ഒരു തെറ്റായതോ ശരിയായതോ ഒക്കെയായ അല്ലെങ്കിൽ കാലങ്ങളായി നമ്മൾ ശീലിച്ചു പോയതാണ്. അതിൽ മാറ്റം വരണമോ എന്നുള്ളതൊക്കെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഭാരം കൂടിയാണ് വരുത്തി തീർക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു പവന് 2,200 രൂപയിലടക്കം വർധനവുണ്ടാവുക എന്നത് സ്വാഭാവികമായും മറ്റൊന്നുകൂടി കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. സ്വർണം മോഷണം ഒരു തരത്തിൽ വർദ്ധിക്കുന്നു. അത്തരം വാർത്തകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ആഗോളതലത്തിൽ ട്രംപും ചൈനയും അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം, ഈ വ്യാപാര യുദ്ധം തന്നെയാണ് അല്ലെങ്കിൽ പകരച്ചുങ്ക പോര് തന്നെയാണ് ഒരു തരത്തിൽ ഈ സ്വർണത്തിലേക്ക് കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ, കൂടുതൽ നിക്ഷേപം സ്വർണത്തിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഡോളറിൻ്റെ വിലയിലുണ്ടായ ചാഞ്ചാട്ടം, ലോകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ, ഇതൊക്കെ സ്വർണത്തിൻ്റെ വിലയെ ബാധിക്കുന്ന ഒന്നുകൂടിയാണ്. എന്തായാലും സ്വർണ്ണവില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നിക്ഷേപിക്കുന്നവർക്ക് വലിയ ലാഭവും, അല്ലെങ്കിൽ നേരത്തെയൊക്കെ സ്വർണം വാങ്ങി വെച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ചെറിയ തോതിലാണെങ്കിൽ പോലും സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായും സന്തോഷമുണ്ടാക്കുന്നതും ഒരു വിഭാഗത്തിന് മനസ്സിൽ വലിയ സങ്കടമോ ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നതുമായ ഒന്നാണ്. അപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സ്വർണത്തിൻ്റെ അമിതമായ ഉപഭോഗം അല്ലെങ്കിൽ സ്വർണത്തോടുള്ള ഒരു വല്ലാത്ത ഒരു അത്യാർത്തി, നമ്മുടെ ഏത് ചടങ്ങിനും സ്വർണം വേണം, നിർബന്ധമാണ് എന്ന രീതിയിലേക്ക് മലയാളികൾ മാറുന്ന ഒരവസ്ഥ. മറ്റു ലോകത്ത് നമ്മളെക്കാൾ എത്രയോ കോടികൾ ചിലവഴിച്ച് വിവാഹ മാമാങ്കങ്ങൾ നടത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ പോലും ഈ സ്വർണ്ണാഭരണത്തിന് ഇത്രത്തോളം പ്രാധാന്യമില്ല. കേരളത്തിൽ അങ്ങനെയല്ല. നല്ലൊരു ശതമാനം ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതിന് ഏറ്റവും ദരിദ്രരായ മനുഷ്യരായാലും സമ്പന്നരായാലും ഒക്കെ, അവർക്ക് അവരുടെ ഈ ഒരു വിവാഹത്തിന് അവരുടെ ഒരു പ്രൗഢി കാണിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗമയൊക്കെ കാണിക്കാൻ വേണ്ടി പരമാവധി സ്വർണം കൊടുക്കുക എന്നൊരു ശീലം, അല്ലെങ്കിൽ വധുവിനെ അങ്ങനെ അണിയിച്ചൊരുക്കുക എന്നൊരു ശീലം എത്രയോ കാലമായി സാമൂഹ്യ ആചാര്യന്മാരൊക്കെ പറയുന്നു ഇത് തിരുത്തണമെന്ന്. പക്ഷേ അപ്പോഴും തിരുത്താൻ തയ്യാറാവാത്ത നമ്മൾ. പക്ഷേ ഇതൊക്കെ ഒരു തിരുത്തലിൻ്റെ കാലം കൂടിയാണ്. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആലത്തൂരിൽ നിന്നും ശ്രീ മോഹൻദാസ് ആണ്. ശ്രീ മോഹൻദാസ്, സ്വർണത്തിൻ്റെ വില ഇന്ന് ഒറ്റ ദിവസം മാത്രം 2,200 രൂപയാണ് പവന് കൂടിയത്. ഈ ലക്ഷത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അക്ഷര തൃതീയൊക്കെ വന്ന് മറ്റൊരു തരത്തിലെ കച്ചവടം മറ്റൊരു തരത്തിൽ വരുന്നു. ഈ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗം ജനത്തിനും ഈ സ്വർണ്ണവില കൂടുന്നത് ലോകത്താകമാനമുള്ള ആളുകൾക്കൊക്കെ, പ്രത്യേകിച്ച് ഓഹരിയുടെ വില കൂടി കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് പോലെ, നിക്ഷേപകർക്ക് അതിൽ ബാധിക്കുമെന്നതിനപ്പുറത്തേക്ക് സാധാരണ ജനത്തെ ബാധിക്കുന്ന ഒന്നല്ല. പക്ഷേ മലയാളിക്ക് അങ്ങനെയല്ല. മലയാളിയുടെ ദൈനംദിന ജീവിതവുമായി സ്വർണം ഇങ്ങനെ വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിലെ അഭിപ്രായം? നമസ്കാരം കിരൺ. നമസ്കാരം. ഇന്നലെ 1 മണിക്കൂർ പാപ്പയ്ക്ക് വേണ്ടി നീക്കി വെച്ചതിന് അഭിനന്ദനങ്ങൾ ആദ്യം പറയുന്നു. നമ്മളെ പാപ്പയെ പോലെ ഒരാൾ, ലോക കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന, ലോകത്ത് വിപ്ലവകരമായ തീരുമാനങ്ങൾ പലതും നടപ്പാക്കിയ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി 1 മണിക്കൂർ നീക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്വമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് ചെയ്തത്. മറ്റു ചാനലുകളൊന്നും ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തു. അതെല്ലാം നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ചു. എല്ലാവരും പങ്കെടുത്തവരൊക്കെ അനുസ്മരിച്ചു. നന്നായി. അപ്പൊ ഞാൻ കാര്യം പറയാം. അപ്പൊ ഞാൻ റിട്ടയർഡ് ബാങ്ക് എംപ്ലോയിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വശത്തെ പറ്റി പറയാം. നേരത്തെ ഇത് വില കൂടാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കിരൺ പറഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മുടെ ട്രംപുരാന്റെ ഈ പരിപാടികളൊക്കെ, പിന്നെ ഈ കറുത്ത സ്വർണം പിടിത്തം തുടങ്ങി, അത് വേറൊരു കാര്യമുണ്ട്. അതൊന്ന് അതൊക്കെ ചെറിയ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലുണ്ട് ഇതിൽ. പിന്നെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കാണാൻ കഥകൾ ഞാൻ കുറച്ച് പറയാൻ, മുഴുവൻ പറയുന്നില്ല. അതായത് ഈ ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് തിരുന്ന് അറിയാതിരിക്കാം. അപ്പോ ബാങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോ ഈ ഇൻടാഞ്ചിബിൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ മോർഗേജ് ലോണുകള്, ഈ ഭൂമികള്, അതൊക്കെയാണ്. ഇത് ടാഞ്ചിബിൾ ആണ്. കാരണം ഈ സാധനം പ്രൊസസ് ഈ അവരുടെ കയ്യിൽ തന്നെയാണ്, ബാങ്കിന്റെ തൊട്ടടുത്തിന് കൈ വരും. എപ്പോ വേണമെങ്കിൽ റിയലൈസ് ചെയ്യാം. അതിനെ ഒരു നോട്ടീസ് കൊടുത്തിട്ട്, ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ട്, പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ ലേലം ചെയ്യാം. വേഗം ഇത് കിട്ടും. ഇപ്പോ 74,000 രൂപ വരുമ്പോ 70% വരെ ലോൺ കൊടുക്കും. 56,000 58,000 കൊടുക്കും. മറ്റേ പ്രൈവറ്റുകാരാണെങ്കിൽ അതിനൊക്കെ കൂടുതൽ കൊടുക്കും. ഇത് ഇവര് ചെയ്യുന്നത്, ലേലം വെക്കുന്ന സമയത്ത് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരുന്നതെന്നറിയോ? കാസർഗോഡ് നിന്ന് വരെ ആൾക്കാർക്ക് ലേലം വിളിക്കാൻ വേണ്ടി ആൾക്കാർ വരും. കണ്ടമാനം ആളുകൾ വന്ന് നിൽക്കും. മൊത്തം അവര് ഏജന്റുമാരാണ്. വന്നവര് ലേലത്തിലെടുക്കുക,
അതിനെ ഒക്കെ കൂടി ചേർത്ത് ചെയ്ത് കൊണ്ടുവന്ന് പോവുക. അപ്പൊ ഇതിന് ഈ കണ്ണ് വെട്ടിക്കാൻ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇന്ത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ EDD അതൊക്കെ കണ്ണ് വെട്ടിക്കാൻ സൗകര്യമാണ്. മറ്റേതൊക്കെ അവിടെ നിന്ന് കടയിൽ നിന്ന് പോകുമ്പോൾ ബില്ല് വേണം, PC വേണം, അത് വേണം, ഇത് വേണം. ഇതിപ്പോൾ അതൊന്നും വേണ്ട, സുഖമായിട്ട് കൊണ്ട് അവർക്കും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള പരിപാടിക്ക് അതുണ്ട്. അപ്പൊ ബാങ്കിനാണ് ചാകര ബാങ്കിനാ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് വാസുദേവനാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ വാസുദേവൻ, ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സാധാരണഗതിയിൽ മറ്റു നാടുകളിലെ ആളുകൾക്കൊക്കെ ഒരു ഓഹരിയുടെ വില കൂടി കുറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് അവരുടെ ദൈനംദിന ജീവിതവുമായി അത് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നില്ല. പക്ഷേ മലയാളിക്ക് അങ്ങനെയല്ല. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. ഹലോ, എൻ്റെ അഭിപ്രായത്തില് മറ്റുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, നമ്മളെ സാധാരണ ഭൂമി, അതുപോലെ നമ്മള് നിത്യോപയോഗ സാധനങ്ങള്, അതിനനുബന്ധമായിട്ടല്ല സ്വർണത്തിന്റെ കുതിപ്പ്. അത് പറയുകയാണെങ്കിൽ ഇപ്പോ എന്റെ മകളെ കല്യാണം ഏകദേശം 9 വർഷം 10 വർഷത്തോളമായി. അന്ന് പവന് 28,000 രൂപ. ഇപ്പൊ 10 വർഷം കൊണ്ട് അത് 2 ഇരട്ടിയായി. ശരി, ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? മലയാളിയുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു വന്ന ഒന്നാണ് ഈ സ്വർണത്തിൻ്റെ അമിതമായ ഒരു ഉപഭോഗം. നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കെല്ലാം സ്വർണം വേണം, അതേതോ ഒരു ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഗമയൊക്കെ കാണിക്കാനൊക്കെ ആളുകൾ പറയുമല്ലോ, ആ തരത്തിലേക്കുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സ്വർണം ആർഭാടത്തിന്റെയും ദൂരത്തിന്റെയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഞെട്ടലോട് തന്നെയാണ് ഇത്രയും പിന്നെ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ അവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ശരി, അങ്ങനെ സമൂഹത്തിന് അത്തരം മാതൃകകൾ കൂടി ആളുകൾ കാണിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും ആളുകളൊക്കെ വലിയ ആളുകളുടെയൊക്കെ സമ്പത്തൊക്കെ ഉള്ള ആളുകൾ കൂടുതൽ സ്വർണ്ണമൊക്കെ ഇട്ട് വിടുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരും തോന്നും ഞങ്ങളതിൽ എങ്ങനെയാണ് മോശക്കാരാവുന്നത്, അങ്ങനെ അവരും അതിനുവേണ്ടി കിടന്ന് നെട്ടോട്ടമിടുന്നത്. നമുക്കറിയാം, പലപ്പോഴും കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബാധ്യതയാണ് ഈ സ്വർണം കണ്ടെത്തുക എന്നുള്ളത്. അത്തരം ആചാരങ്ങൾക്കെതിരെ എല്ലാ മതങ്ങളും പറയാറൊക്കെ ഉണ്ട്, പക്ഷേ പറച്ചിലിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലെങ്ങും അത് ഇതുവരെയും വന്നിട്ടില്ല എന്ന് വേണം കാണാൻ. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ സ്വർണ്ണവില കൂടുമ്പോൾ ലോകത്ത് മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്കൊന്നും അത് ഒരു സ്വാഭാവികമായി കൂടി കുറഞ്ഞു അല്ലെങ്കിൽ ഓഹരി വിപണി കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ അതങ്ങനെ നേരിട്ടൊന്നും പെട്ടെന്ന് ബാധിക്കില്ലെന്നല്ല, പലതരത്തിൽ ബാധിക്കാം, പക്ഷേ അങ്ങനെ നേരിട്ട് നമ്മളെ ബാധിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല, മലയാളിക്ക് അങ്ങനെയല്ല. എന്താണ് താങ്കൾക്ക് അതിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. കുറച്ച് ദിവസമായാലും വിളിച്ചിട്ട്. അയ്യോ, എന്ത് പറ്റി? അത് ഞാൻ ആശുപത്രി കിടന്നുകൊണ്ട് ഞാൻ നമ്മുടെ മനുവാട് സംസാരിച്ചു. ആണോ, എന്ത് പറ്റിയായിരുന്നു? ഈ പെട്ടെന്ന് ശ്വാസം മുട്ടൊക്കെ ഞാൻ ഒരു 4 ന്യൂസ് ഉണ്ടായിരുന്നു. ശരി, ഇപ്പൊ ആരോഗ്യമൊക്കെ ശരിയായോ? ഇപ്പൊ ഒരുമാതിരിയായി. ഞാൻ 2 മിനിറ്റ് ഒരു ചുരുക്കി പറഞ്ഞോളെ, എന്റെ സൗണ്ടൊക്കെ കുറവാണ്. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ദൈവത്തെ ഇല്ല, പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞാൽ മതി. അതായത് കേൾക്കാം, പറഞ്ഞോ, ധൈര്യമായിട്ട് പറയാം, എളുപ്പം പറ. അതായത് കേരളത്തില് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും എടുക്കപ്പെടുന്ന ഒരു ലോഹമാണ് സ്വർണം. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ മോതിരം മേടിച്ചിട്ടാണെങ്കിൽ ഞാനത് ഉപയോഗിക്കാത്ത ആളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു അനാവശ്യ വസ്തു എന്ന് ഉള്ള പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതല്ല, എനിക്ക് പറയാനുള്ള വേറൊരു വിഷയമാണ്. കാരണം ഇന്ന് ജീവിക്കുന്ന ഈ വീട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകണം ഞാനൊരാളാണ്. എനിക്കിപ്പോൾ 71 വയസ്സ് കഴിഞ്ഞെങ്കിലും ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യപ്പെടുന്ന ഞാനാണ്. അത് എന്റെ അനുഭവം വെച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം ഇതല്ല. ഈ വിഷയം ചർച്ച ചെയ്ത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, പക്ഷെ നാളെയെങ്കിലും അല്ലെ അടുത്ത ദിവസം ചെയ്യണം. കാരണം ഇന്ന് സർക്കാർ കൊടുക്കുന്ന 910 ഗ്രാം വെളിച്ചെണ്ണ വില പിന്നെ അറിയാമോ? കേര വെളിച്ചെണ്ണയ്ക്ക് 350 രൂപയാണ്. ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ മോൻ മേടിച്ചിട്ട് വന്നു 350 രൂപ. അതായത് എല്ലാ സാധനത്തിനും ഏതാണ്ട് ഈ പുതിയ 2ാം സർക്കാർ അധികാരത്തിൽ വന്നത് പിന്നെ വെളിച്ചെണ്ണയുടെ വില കൂടുമ്പോൾ ഒരു തരത്തിൽ ഉപഭോക്താവിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് കർഷകരെ സംബന്ധിച്ച് ഗുണമല്ലേ? അതല്ല ഒരു വിഷയം. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത്രയും വില വർധന വേറെ ആരും മേടിക്കുന്നില്ല. ഒരു മില്ലിൽ നിന്ന് നമ്മൾ ചെന്ന് മേടിച്ചാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ 320 രൂപയ്ക്ക് കിട്ടും. നല്ല ശുദ്ധമായ 1 കിലോ, അതായത് 1000 ഗ്രാം. സർക്കാർ കൊടുക്കുന്ന 910 350 രൂപ. ഈ സപ്ലൈകോയിൽ ഒരു ലിറ്റർ 1/2 ലിറ്റർ എണ്ണ കിട്ടാനായിട്ട്, സബ്സിഡി എണ്ണ കിട്ടാനായിട്ട് കാലം എത്രയാണെന്നറിയാമോ? നമുക്ക് ആ വിഷയം വേറെ ദിവസം ചർച്ച ചെയ്യാം. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ മഞ്ഞലോഹം ഇത് അപകടമാണ്. ഇതിങ്ങനെ ഗുണമുണ്ട്.
ഇത് ഉപയോഗിക്കുന്നവർക്ക് ജീവന് വരെ ഹാനി വരാനുള്ള ഒരു സാധ്യത കാണുന്നു. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ സ്വർണ്ണവില ഇങ്ങനെ ആശങ്കയോടുകൂടി കൂടിയോ കുറഞ്ഞോ എന്ന് പത്രമെടുത്താൽ അല്ലെങ്കിൽ വാർത്ത കാണുമ്പോഴൊക്കെ ചാനലിലൊക്കെ ആദ്യം ഈ സ്വർണ്ണവില കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും അത് എല്ലാ ദിവസവും കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമാവും ഇങ്ങനെ സ്വർണ്ണവില എല്ലാ ദിവസവും ഏതെങ്കിലും ഈ വ്യാപാരവുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളല്ലാതെ എല്ലാ വാർത്തകളിലുമൊക്കെ കൊടുക്കുന്നത്. എന്താ മലയാളിക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ശീലത്തിൽ നിന്ന് മാറേണ്ടതല്ലേ? ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. നമ്മുടെ ടോപ്പിക് തൊടുവൊന്നല്ലേ, അത് തന്നെ, ലക്ഷം തൊടുമോ എന്നുള്ളതാണ് ആളുകളുടെ ആശങ്ക. അത് ആ പേടിയിലാണ് നിൽക്കുന്നത്. പുറത്ത് കിടക്കും തന്നെയാണ് പറയുന്നത്. കാരണം ഇപ്പൊ എന്റെ ഒരു അനിയന്റെ മകൻ ഒരു പ്രമുഖ ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ പറയുന്നത് അത് തന്നെയാണ്, പുറത്ത് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഫിലോസഫി പറയാൻ തോന്നുന്നുണ്ട്. ഇതിപ്പോ ഒരു അത്യാവശ്യ സാധനമല്ലല്ലോ, ഒരു ആർഭാടാണല്ലോ. കല്യാണം നമ്മൾ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ സ്ത്രീധനം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ കൂടുമ്പോ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് വേറെ രീതിയിൽ ഇനിയിപ്പോ അങ്ങനെ ചെറുക്കനും പെണ്ണിന്റെ പേരിൽ കുറച്ച് ബാങ്കിൽ പൈസ ഇട്ട് കൊടുക്കുകയോ അല്ല പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുക്കുകയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കാൻ പറ്റും. ഇത് ഉപയോഗം അങ്ങനെ കൂടുന്ന കാരണമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ ദക്ഷിണാഫ്രിക്കയിലോ അല്ലെങ്കിൽ ഇപ്പൊ ചൈനയിലോ ഖനനം ചെയ്യുന്ന സാധനത്തിന് നമ്മളിങ്ങനെ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഉപയോഗം കുറച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. നമുക്കൊരു പച്ചപ്പുണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ വെച്ചിട്ട്. അപ്പൊ ഈ പച്ചപ്പ് ഒരു ഡിപ്പോസിറ്റ് പോലെ കാണുന്നത് ഈ മഞ്ഞലോകത്തിന്റെ മുകളിലാണ്. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം. ശരി, താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമായ ഉത്തരം തന്നെയാണ്. മലയാളികളുടെ ആ ഒരു അമിതമായ ഒരു ഭ്രമം അതിൽ നിന്ന് കുറയ്ക്കേണ്ടതുണ്ട്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ അമേരിക്കയിൽ ട്രംപ് ചൈനയുമായിട്ടുണ്ടായ ഒരു വ്യാപാര പോരാണ് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെ സ്വർണ്ണത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങളൊക്കെ വന്ന് സ്വർണ്ണത്തിന്റെ വില ഇനിയിപ്പോൾ അത് ലക്ഷം തൊടും എന്നുള്ള മട്ടിലൊക്കെയാണ് നിൽക്കുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ നമസ്കാരം. നമസ്കാരമുണ്ട്. ആർക്കാണ് സാർ ഇവിടെ ആശങ്ക? സ്വർണം നല്ല ഭക്ഷ്യവസ്തുവാണോ, നിത്യോപയോഗ സാധനമാണോ? ഇവിടെ എന്തൊക്കെ സാധനത്തിന് വില കയറിയിട്ടുണ്ട് സാർ ചർച്ച ചെയ്യാൻ? സ്വർണത്തിന് വില കൂടിയാൽ അത് ആഡംബരത്തിന്റെ പിറകെ പോകുന്ന ആഡംബര കോടിക്കണക്കിന് രൂപയുടെ കാറില്ലേ സാർ? അത് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കും. ഇവിടുത്തെ മനുഷ്യൻ എന്താണെന്ന് വെച്ചാൽ ജീവനും. ശ്രീ ബാലകൃഷ്ണൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും സാധാരണക്കാരായ മനുഷ്യർ അവരുടെ മകളുടെ ഒരു വിവാഹം വരുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു നൂലുകെട്ട് വരുന്നു, അവിടെയൊക്കെ ആളുകൾ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോഴും ആളുകൾക്ക് ഒരു സ്വർണം കൊടുത്ത് വിവാഹം കഴിപ്പിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും അത്ര ആളുകൾക്കൊക്കെ വലിയ ആശങ്ക വരില്ലേ? സാർ മക്കൾക്ക് സ്വർണ്ണമല്ല സാർ കൊടുക്കേണ്ടത്, മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. അതൊക്കെ ശരിയാണ്, അതൊക്കെ എത്രയോ കാലമായി പറയുന്നു, പക്ഷെ ഇപ്പോഴും നടപ്പാകുന്നില്ല. ഈ ചർച്ചയെ പാടില്ല. ഇത് സ്വർണത്തിന് 2 ലക്ഷം ഒരു 8 ഗ്രാമിനായാലും ഇവിടെ സാധാരണക്കാർ പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഒരു പിശുവല്ല സാർ. ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലാണ് സാറിന്റെ ചാനലും സാറും ആശങ്ക പുലർത്തേണ്ടത്. സ്വർണ്ണമാര് കോടി കണക്കിന് രൂപയുടെ കാർ ഉപയോഗിക്കുന്നവരുണ്ട്. ഞങ്ങളൊക്കെ 1 ലക്ഷത്തിന്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന ആളാ. 100 കോടിയുടെ കാറ് സഞ്ചരിക്കുന്നവരുണ്ട്. അതും ഇതും താരം. ഇത് ആരാ ആശങ്കപ്പെടുന്നത്? അവർക്ക് ഭ്രാന്താണ് സാർ. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് ആ തരത്തിൽ കൂടി നിക്ഷേപമായി കാണുന്നവരിനേക്കാൾ കൂടുതൽ ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ആളുകളൊക്കെയാണ്. അതിൽ മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ് ശരിയായ നിലപാടും. അതൊക്കെല്ലാം അംഗീകരിക്കുന്നു. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഞാനിത് അതായത് ഈ സ്വർണത്തിനെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പൈസ എല്ലാവരുടെ എല്ലാ സമയത്തും കോടീശ്വരനായാലും സാധുവായാലും എല്ലാ സമയത്തും പൈസ ഉണ്ടാവില്ല. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് ബാങ്കിലേക്ക് എടുത്ത് പായുന്ന ഒരു ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു ലോകമാണ് സ്വർണം. ഹലോ, ശരി, ഓക്കെ. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം, കിരണാണ്. മനസ്സിലാക്കി. സോറി കിരൺ. പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇതേ നമ്മൾ അമേരിക്കയുടെയും ചൈനയുടെയും ഒരു കളിയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ആൾക്കാർ വിളിച്ച സമയത്തു ആൾക്കാർ ഈ പറഞ്ഞില്ല. ഇന്ന് 2 മാസക്കാലം മുതൽ തങ്കത്തിന്റെ വില എവിടെ കൂടിയിട്ടുണ്ട്? 980 ഇന്നത്തെ വില. യഥാർത്ഥത്തിൽ കണക്ക് നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഇന്നത്തെ ഗ്രാമിന് വില നോക്കുകയാണെങ്കിൽ 1885 രൂപ തങ്കത്തിന് വരണം. ഇത് ഈ പേരും പറഞ്ഞ് ഇവര് ഒരു തൂക്കിയങ്ങിടും, ആ വില നിശ്ചയിക്കും, അവിടെ വെക്കും. ഇത് ലോക വിപണിയിലും ലോക രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ഒരു ഭദ്രയുടെ നയമാണ്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് സാധാരണക്കാരൻ ഒരു കല്യാണമോ നൂലുകെട്ടോ വന്നാൽ ഇപ്പൊ 50 ഉരുപ്പടി എന്നുള്ളത് 20 പവനാക്കുക. നൂലുകെട്ടിന് 1 പവൻ ഇടുന്നത് 1/4 പവനാക്കുക. നമ്മൾ മരിച്ചു പോകത്തില്ല.
പക്ഷെ 1 കിലോ ഉഴുന്നിന്റെ വില, 1 കിലോ പരിപ്പിന്റെ വില, 1 കിലോ മുളകിന്റെ വില അത് 50-70 നോക്കുമ്പോൾ 70 110 കിടന്നിടത്ത് 4%. അത് നമ്മളോട് ആരും അറിയുന്നില്ല. അത് ഞാൻ ഇല്ല ശ്രീ ശിവാസൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അടിസ്ഥാനപരമായി നമ്മുടെ ലോകത്തെ ജീവിതത്തിനെ ബാധിക്കേണ്ടത് നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തന്നെയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഈ സ്വർണം അവരുടെ ജീവിതത്തിന്റെ കൂടി ഭാഗം, നിക്ഷേപം എന്ന നിലയിൽ അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി ഒക്കെ നിൽക്കുകയാണ്. അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു തിരുത്തപ്പെടൽ മാതൃകകൾ വളരെ കുറവാണ് എന്ന് തന്നെ ഇപ്പോഴും പറയേണ്ടി വരും. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? അല്ല കിരൺ ബാബു, ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ ആൾക്കാർ പറഞ്ഞില്ലേ പൊന്നിന് വില കൂടിയാൽ നമുക്കൊന്നുമില്ല. ഇപ്പൊ എന്റെ അനുഭവം പറയാം. ഞാനിപ്പോ ഈ കഴിഞ്ഞ ഈ 19-ാം തീയതി 18-ാം തീയതി വെള്ളിയാഴ്ച എന്റെ ഒരു പെങ്ങളെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. ഒരു 12 കൊല്ലം മുന്നേ എന്റെ മോക്ക് അവള് 3/4 പവന്റെ പൊന്നു വന്നു, ഒരു വള. ഞാൻ ഇന്നിപ്പോ അരപ്പവന് കൊടുത്തു. അരപ്പവന് കൊടുത്തൊക്കെ 43,000 റുപ്യ. അരപ്പവന് ഒരു 350 ബില്ലും. ഇതിന് വലിയ പ്രശ്നം തന്നെ. ഇവർ പറഞ്ഞ പോലെ ഒന്നുമില്ല. ചില ആൾക്കാർ പറയാം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ വന്ന ആൾക്കാർക്ക് പറയാം പൊന്ന് വില കൂടിയ ഒന്നുമില്ല എന്നില്ല. പക്ഷെ ഇനി എന്തെങ്കിലും തീരുമാനിക്കേണ്ടത് ഈ നാട്ടിലെ ഓരോ രക്ഷിതാവും തീരുമാനിക്കണം. എന്റെ മോക്ക് ഞാൻ ഒരു അരപ്പവന്റെ കമ്മലും 1.5 പവന്റെ മാലയും മാത്രമേ കൊടുക്കൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്വർണം തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരുണ്ട്. അങ്ങനെ കർശനമായിട്ട് ഓരോ രക്ഷിതാവും തീരുമാനിക്കണം. എന്റെ മോക്ക് ഞാൻ കൊടുക്കൂല എന്ന് തന്നെ പറയണം. ഇങ്ങോട്ട് നിങ്ങൾ പൊന്നും പണവും ഇങ്ങോട്ട് മഹർ വന്നിട്ട് കല്യാണം കഴിക്കാത്ത ആൾക്കാരുണ്ട് ഈ നാട്ടിൽ. ഇത് പെണ്ണ് കിട്ടാത്ത ആൾക്കാർ യുവാക്കളെ തെണ്ടുക. അതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ പൊന്നിന് ഇതിപ്പോ കുറച്ച് കഴിയുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ ജൂൺ മാസം നമുക്ക് 40,000 റുപ്യയിലേക്ക് പൊന്നി വില. എന്റെ ഒരു വലിയൊരു അഭിപ്രായമാണ്. നോക്കാം. ശരി, എന്തായാലും അതൊക്കെ ലോകത്തെ സ്വർണത്തിന്റെ വിലയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ തന്നെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ ചാഞ്ചാട്ടമാണ്. അത് ചൈനയുമായി, ലോകത്തെ 2 പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികൾ അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നു. ട്രംപിന്റെ പുതിയ തീരുമാനങ്ങളൊക്കെ ലോകത്തിന്റെ തീരുവമായിട്ടുള്ള യുദ്ധം അങ്ങനെ ചൈനയുമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഡോളറിന് അമേരിക്കയിൽ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണത്തിൻ്റെ ആഗോളതലത്തിൽ വില കൂടുന്നതൊക്കെ. മുമ്പ് കാലങ്ങളിലുണ്ടായ പോലെയല്ല, കുറെ കൂടി ശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ വിലയൊക്കെ നിശ്ചയിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് ചില കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. സുനിമോൾ പറയുന്നു, സമ്പന്നർക്ക് മോഹരി നിക്ഷേപർക്ക് സ്വർണ്ണം കൊണ്ട് നേട്ടമുണ്ട്. പക്ഷേ സാധാരണക്കാരായവർക്ക് മക്കളെ കെട്ടിച്ചേക്കണമെങ്കിൽ കുറച്ചെങ്കിലും കരുതി വെക്കണം. അതൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ലക്ഷം തൊടും. സ്ത്രീധനമില്ലെങ്കിലും കുറച്ചെങ്കിലും ഇല്ലാതെ മക്കളെ കെട്ടിച്ചേക്കാൻ പറ്റുമോ എന്ന് സുനിമോൾ ചോദിക്കുന്നു. അങ്ങനെ പറ്റുന്നൊരവസ്ഥയിലേക്ക് സമൂഹം മാറണം. അങ്ങനെ ഇപ്പോൾ പറ്റുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെയും ഉത്തരം ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യത്തിൽ ഈ സ്വർണം അനിവാര്യമാണ്, സ്വർണ്ണമില്ലാതെ അയക്കാൻ കഴിയില്ല എന്നൊക്കെ ഒരു വിശ്വാസത്തിലോ അല്ലെങ്കിൽ അത്തരമൊരു സാമൂഹിക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് മാറ്റാൻ കേരളത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത്. മറ്റൊരു നാട്ടിലും ഇങ്ങനെ സ്വർണം എത്ര പവൻ കല്യാണത്തിന് കൊടുത്തുവെന്ന് ആരും ചോദിക്കാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്വർണം എത്ര പവനുണ്ട് എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമ്പന്നരും ദരിദ്രരും സാധാരണക്കാരാണ് ഇതിൽ ഏറ്റവും പ്രയാസപ്പെടുന്നത്. സാധാരണക്കാരും ഇടത്തരക്കാരും ഒക്കെ ഇതിൽ പ്രയാസപ്പെടുന്നവർ തന്നെയാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരം ഒരു മലയാളിയുടെ ഒരു അമിതമായ ഒരു സ്വർണ്ണഭ്രമം കൊണ്ടുകൂടിയാണ് നമ്മൾ ഈ ആഗോളതലത്തിൽ വില കൂടുമ്പോൾ നമ്മളിങ്ങനെ ആശങ്കപ്പെടേണ്ട? അല്ല, ബാക്കിയുള്ള നാടുകളിലൊക്കെ ആളുകൾക്ക് സന്തോഷമായിരിക്കും, നിക്ഷേപകർക്കൊക്കെ എൻ്റെ നിക്ഷേപിച്ച സ്വർണ്ണത്തിന് വില കൂടിയല്ലോ എന്നുള്ള സന്തോഷമായിരിക്കും. ശ്രീ കിരൺ, ഇതിനകത്ത് എനിക്കൊരു കാതലായ ഒരു കാര്യമാണ് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ ഷെയർ മാർക്കറ്റിലെയും അതുപോലെ തന്നെ ഡോളറിന്റെ വ്യതിയാനവും ട്രംപിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ട്രംപിന്റെ പിന്നെ ഓരോ തന്ത്രങ്ങളെക്കുറിച്ചുമൊക്കെ താങ്കൾ പറഞ്ഞു. അതിൽ തന്നെ വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട്. നമ്മളാരും ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ആൾക്കാരും വിദേശത്ത് പോയിട്ടുള്ളവരല്ല. നമ്മൾ വിഷ്വൽസിലൂടെ കണ്ടിട്ടുണ്ട്, വിദേശികളെയും മറ്റു വിദേശ രാജ്യങ്ങളെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ സ്ഥാനത്ത് നമ്മുടെ മലയാളികളെ, തമിഴ്നാട്ടുകാരെ, ആന്ധ്രക്കാരെ, കർണാടകക്കാരെ, ഈ 4 സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്ന വനിതകളുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ചിത്രങ്ങൾ നോക്കൂ, സായിപ്പന്മാരും മദാമ്മമാരും ഒക്കെ നമ്മളെ കടൽ തീരങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലും ഒക്കെ വരുന്നുണ്ട്. എത്ര സ്വർണം അവർ ഉപയോഗിക്കുന്നു. ഞാനൊരു അതിശയോക്തിയിൽ അതിനൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ഒരു വലിയ ബാറുള്ള ഒരു മുതലാളിയുണ്ട്. അദ്ദേഹം പേര് പറയത്തില്ലല്ലോ, നമ്മൾ പേര് പറഞ്ഞുകൂടാ. അദ്ദേഹം മദ്യം ഉപയോഗിക്കത്തില്ലെന്ന് പറയുന്നേ. പിന്നെ എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലൊരു നമ്പർ 1 ബാർ മുതലാളിയാണ്. അതുപോലെ ഈ അമേരിക്കയും ട്രംപും അല്ലെങ്കിൽ അവിടുത്തെ വനിതകൾ ആരും ഉപയോഗിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം കൂടി ഞാൻ നിക്ഷേപം ആഭരണം എന്ന നിലയിലല്ല, ഒരു നിക്ഷേപത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് സ്വർണം. മലയാളിയുടെ അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇന്ത്യക്കാരുടെ അമിതമായ ഫാഷനിലുള്ള സുഹൃത്ത് ജീവിതത്തിലുള്ള ഒരു ഭ്രമമാണ്. അത് സായിപ്പന്മാർക്കില്ല. ശ്രീ കിരൺ, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ.
നമ്മൾ അമിതമായിട്ടുള്ള ഉപയോഗം, നമ്മൾ ഏതിനെയും നിർത്താം. ഞാൻ പറയട്ടെ, ഒരു കുട്ടിയുടെ 1-2 കൊച്ചുങ്ങളുടെ റെയർ അസുഖം വന്നപ്പോൾ 30 മുതൽ 35 കോടി രൂപ വരെ പിരിച്ച നാടാണ് നമ്മളത്. അതേപോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ നമുക്ക് ഗ്യാസിന്റെ വില കുറപ്പിക്കാം. നമ്മളൊരു ഒരാഴ്ചത്തേക്ക് ഇത് നമ്മൾ കടിച്ചു പിടിച്ച് കയ്പ് നീരിറക്കിക്കൊണ്ട് ഈ വില, സ്വർണ്ണമാവട്ടെ ഗ്യാസ് ആവട്ടെ നിത്യോപയോഗ സാധനമാകട്ടെ, അത്യാവശ്യം ഉള്ള വില കുറവുള്ളത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ സോഷ്യൽ താങ്കളുടെ അഭിപ്രായം മീഡിയ വളരെ വ്യക്തമാണ്. ശ്രീ രാജേന്ദ്രനാണ് പാലക്കാട് നിന്നും. ശ്രീ രാജേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ മലയാളിക്ക് സ്വർണ്ണവില കൂടുമ്പോൾ ആശങ്കപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട്. അത് അവരുടെ കുറ്റമല്ല, ഈ നമ്മുടെ സാമൂഹ്യ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല. അത് മാറ്റേണ്ടതല്ലേ? സാർ, ഡോളറുമായിട്ടുള്ള വിനിമയം എന്ന് പറഞ്ഞത് 84 രൂപ താഴെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ആർക്കാണ് ഇങ്ങനെ കൂട്ടി വരാനുള്ള അധികാരം? ആ അധികാരം ഷെയറിൽ മാർക്കറ്റ് ചെയ്യുന്ന എടുത്തു കളയണം. അങ്ങനെയൊക്കെ ആയാലും ഇതൊക്കെ കുറയുള്ളൂ. ശ്രീ രാജേന്ദ്രൻ, അത് സ്വർണത്തിന്റെ രാജ്യാന്തര വില നോക്കും, ഡോളറിന്റെയും അതോടൊപ്പം തന്നെ രൂപയുടെയും. നമ്മുടെ അല്ല, അത് ഡോളർ രൂപയുടെ മൂല്യം, അത് നമ്മുടെ രൂപയുടെ മൂല്യം അതല്ല വിഷയം. ഡോളറിന്റെയും രൂപയുടെയും മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനം ഒന്ന്. പിന്നെ സ്വർണത്തിന്റെ ആഗോള രാജ്യാന്തര മാർക്കറ്റിലുണ്ടാകുന്ന സ്വർണത്തിന്റെ വില, നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി, ഈ സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഈ സ്വർണ്ണവില നിശ്ചയിക്കുന്ന ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട്. അങ്ങനെയാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. അല്ലാതെ കാലങ്ങളിലെ പോലെയല്ല. ഇപ്പോൾ കുറെ കൂടി ശാസ്ത്രീയമായി സ്വർണ്ണത്തിലാണ് വലിയ നിക്ഷേപങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ സ്വർണ്ണവില കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഡോളറിന്റെ ചാഞ്ചാട്ടമാണ്. മാർക്കറ്റിൽ ഉള്ള സ്വതന്ത്രമാക്കണം, അത്ര തന്നെ എന്റെ കാര്യം. ശരി, ഓക്കെ. മാർക്കറ്റിൽ കൂടിക്കൊണ്ടേയിരിക്കും, അപ്പൊ ഈ സ്വർണത്തിനും കൂടിക്കൊണ്ടേന്നല്ലേ ഇരിക്കുക. ശരി. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. പറഞ്ഞു. പിന്നെ ഇവിടെ കിരൺ തന്നെ പറഞ്ഞായിരുന്നു ഡോളറിലും രൂപയിലും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മളെ ഇന്ത്യക്കാരനല്ല, കേരളക്കാരനെ സംബന്ധിച്ചോളം, ഒരു സൗത്ത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചോളം അവനത് വില വർധനവ് ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ കൂടെയാണ് സ്വർണ്ണവില. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ലോകത്തെ ഏറ്റവും നല്ല നിക്ഷേപം ഏതിൽ മുടക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് സ്വർണത്തിലായിരിക്കും. അത് സ്വർണത്തിൽ തന്നെയാണ്. പിന്നെ നമ്മളുടെ വീടുകളിലും നാട്ടിലും ഒക്കെ എത്ര പവൻ കൊടുക്കുന്നു എന്ന് മനു ചോദിച്ചു. കല്യാണം എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എത്ര പവൻ ആ പെണ്ണിന് കൊടുക്കുന്നതെന്ന്. ആ ഒരു സംസ്കാരം, ആ ഒരു രീതിയൊക്കെ മാറിക്കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില കൂടുന്നത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചോളം നല്ലൊരു കാര്യം തന്നെയാണ്. ലോകത്ത് സമ്പത്ത് അതായത് ലോകത്ത് സാമ്പത്തികമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവില കൂടുമ്പോൾ അവന്റെ നിക്ഷേപത്തിന് അതിനൊരു അർത്ഥം ഉണ്ടാകുന്നു. അവന്റെ നിക്ഷേപം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ലോകത്ത് എപ്പോഴും അങ്ങനെയാണ്. ലോകത്ത് സ്വർണ്ണവില കൂടുമ്പോൾ ആശങ്കപ്പെടുകയല്ല, സാധാരണ ഇതിൽ ആശങ്കയും ഒക്കെ ഉണ്ടാവും. എന്നാലും നിക്ഷേപം എന്ന നിലയ്ക്ക് കാണുന്ന ആളുകൾ, അതിനെ നിക്ഷേപിച്ചിട്ടുള്ളവർക്കൊക്കെ അതിൽ സന്തോഷമാണ് തോന്നേണ്ടത്. പക്ഷേ മലയാളിയെ സംബന്ധിച്ച് സ്വർണ്ണവില കൂടുമ്പോൾ എപ്പോഴും അങ്ങനെയല്ല. അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി കടന്നുകൂടിയ, സ്വർണ്ണമില്ലാതെ ചടങ്ങുകൾ നടക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യം എന്തായാലും മറ്റു പലത്തിലും പുരോഗമനം എന്നൊക്കെ പറയുമ്പോഴും ഇക്കാര്യത്തിൽ എന്തായാലും അത്ര ഒരു പുരോഗമന നിലപാട് മലയാളിക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയേണ്ടി വരും. ശ്രീ സുരേഷാണ്. ശ്രീ സുരേഷിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സ്വർണ്ണപ്പണിക്കാരനാണ്. ശരി, ഓക്കെ. അപ്പൊ താങ്കൾക്ക് കുറെ കൂടി ആധികാരികമായി പറയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതെങ്ങനെ ഈ വില കൂടുമ്പോൾ ആളുകൾ മേടിക്കുന്ന കുറയുവോ കൂടുവോ എങ്ങനെയാണ്? ഞങ്ങൾക്ക് കടയിൽ നിന്നുള്ള ഓർഡർ ഒന്നും കിട്ടുകയില്ല. കാരണം അത് വിറ്റ് പോയാലേ ഉള്ളൂ, പിന്നെ അടുത്തത് പണിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കൂടുന്ന സമയത്ത്, വില കൂടുന്ന സമയത്ത് ആളുകൾ മേടിക്കുന്നതിന്റെ അളവ് കുറയും അല്ലേ? അളവ് കുറയും, പണി കുറയും. ഞങ്ങൾക്കും പണി കുറവാണ്. ഞങ്ങളുടെ ഈ നാട്ടിൽ 250 വീട്ടില് കൈത്തൊഴിലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പാരമ്പര്യമായിട്ട്. താങ്കള് ജ്വല്ലറി കൊടുക്കുകയല്ല, വീടുകൾക്ക് വേണ്ട സ്വർണം ചെയ്തു കൊടുക്കുക. ജ്വല്ലറി ജോസ്കോയിലോട്ട് പണിയുന്ന ഒരാളാ. ഓക്കെ, ഓക്കെ. അല്ലാതെ പണി തീരെ കുറവായി. ഇപ്പൊ 1 മാസം 2 ആഴ്ചയായിട്ട് പണി ഇല്ലാതിരിക്കുക. പക്ഷെ എന്നാലും ആളുകൾ സ്വർണം വാങ്ങിക്കുക. ഈ കടക്കാരൊക്കെ പറയുന്നത് അളവിൽ കുറവുണ്ടായാലും സ്വർണം വിറ്റ് പോകുന്നുണ്ട് എന്നുള്ള മട്ടിൽ തന്നെയാണല്ലോ. അത് ആദ്യം നമ്മൾ കൈത്തൊഴിൽ ചെയ്യുന്ന നമ്മുടെ നാട്ടിൻപുറത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം കൂടിയ സാധനങ്ങളൊക്കെ എല്ലാവരും മേടിക്കുള്ളൂ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ സുരേഷാണ്. സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സ്വർണം കയറിയാല് പാവപ്പെട്ട ആളുകളുടെ കല്യാണം അപകടത്തിലാകും. പിന്നെ ഇങ്ങനെ കയറിയാല് അപകടത്തിലാവും. പക്ഷെ പിന്നെ വൻകിടക്കാർക്ക് നല്ല കൊയ്ത്തായിരിക്കും. സ്വർണം ഇതിന് നിയന്ത്രണം വരുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരു പാവപ്പെട്ട എനിക്ക് വാങ്ങാനായത് പണക്കാരന് 100 കണക്കിന് പവനാണ് മേടിച്ചു കൂട്ടിയേക്കുന്നത്.
അതൊക്കെ ഒരു നിയന്ത്രണത്തിൽ വന്നാല് സൂപ്പി അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആളുകൾ ഒരാൾ നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണം വാങ്ങുന്നതിന് ഇപ്പോൾ നമ്മുടെ മാറ്റേണ്ട ശീലം എന്ന് പറയുന്നത് വിവാഹത്തിനായാലും നൂലുകെട്ടിനായാലും അല്ലെങ്കിൽ മറ്റേത് ചടങ്ങിനായാലും സ്വർണം ഒരു അനിവാര്യമായ സാധനം. ഇപ്പോൾ കല്യാണത്തിനൊക്കെ മുൻകാലങ്ങളിലെ പോലെ അല്ല. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അമ്മായിയമ്മയ്ക്ക് സ്വർണം, തിരിച്ച് മറ്റ് നാത്തൂന് സ്വർണം, അങ്ങനെയൊക്കെ ഓരോ ദിവസവും പുതിയ പുതിയ ആചാരങ്ങൾ സ്വർണം ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളി. പുതിയ പുതിയ ആചാരങ്ങളും കൂടി കേട്ടുവാണ്. ഈ രീതിയിൽ പോയാൽ ഇനി സ്വർണത്തിൽ ലക്ഷത്തിൽ കഴിയുന്ന എന്റെ അഭിപ്രായം. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയാണ് കൊല്ലത്ത് നിന്നും. ശ്രീമതി ജയ, എങ്ങനെയാണ് ഈ സ്വർണ്ണവില കൂടുന്നതിനെ അല്ലെങ്കിൽ സ്വർണത്തിന്റെ മലയാളിയുടെ ഒരു ഉപയോഗ രീതിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. മലയാളികൾ ഒരുപാട് സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നവർ തന്നെയാണ്. നമ്മൾ ഗൾഫിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ ഒരു പവനെങ്കിലും വാങ്ങിക്കണം എന്നൊരു ആഗ്രഹമാണ്. കാരണം നാട്ടിൽ വന്നാൽ ഒന്നും വാങ്ങിക്കാനൊക്കത്തില്ലല്ലോ. അപ്പം ഇപ്പം പെൺപിള്ളേർക്കല്ലേ വില, പെൺകുട്ടികളെ കിട്ടുന്നില്ല കിരണേ. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ 34, 35, 36 വയസ്സൊക്കെ ഉള്ള എനിക്ക് നേരിട്ടറിയാവുന്ന ആൺപിള്ളേർ നിൽക്കുക. പെൺപിള്ളേരെ കിട്ടാനില്ല. കാരണം പെൺകുട്ടികൾ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൻ്റെതായ ജോലിയും ഒക്കെ കാണും. ആൺകുട്ടികൾ ആരും ഇപ്പൊ അങ്ങനെ പഠിച്ച് വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ 3 പയ്യന്മാർക്ക് അതാണ് പ്രശ്നം. അവര് സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്നവർ തന്നെ, പക്ഷെ പെൺകുട്ടികളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ടവരാ എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ എങ്ങനെ അയക്കും എന്ന് പറയുന്നവർ ഒട്ടും വിഷമിക്കേണ്ട. പെൺകുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് വില. അങ്ങനെ ഒരു വില ഉണ്ടാവണം, അതല്ലേ നല്ലത്. ഒരുപാട് കാലം സ്ത്രീകൾ ഒരുപാട് ദുരിതം അനുഭവിച്ചതല്ലേ സ്ത്രീകൾ. അപ്പോൾ ആ സ്ഥാനത്ത് സ്ത്രീകൾക്ക് കൂടുതൽ വില ഉണ്ടാവുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഒരു മനോഹരമായ കാലം തന്നെയല്ലേ? തീർച്ചയായിട്ടും കിരണേ, ഞാൻ 2 വർഷത്തിന് മുന്നേ ആയിരുന്നു എന്റെ മകന്റെ കല്യാണം. 2022. എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ. കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ജീവിതമാണ്. അപ്പൊ ഞാൻ ആ പെൺകൊച്ചിന്റെ ആലോചന വന്നപ്പം തന്നെ കൊണ്ടുവന്ന ആളിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പണവട പോലും സ്വർണം വേണ്ട. കാരണം അവൻ കൊണ്ടുവന്നേക്ക് ഞങ്ങളുടെ കുടുംബം കഴിയണ്ട, അവന്റെ സഹോദരിയെ കെട്ടിക്കണ്ട, ഞങ്ങൾക്ക് ഒരു കുഞ്ഞേ ഉള്ളൂ. പക്ഷെ അവര് മാന്യമായിട്ട് 10-25 പവന്റെ സ്വർണം കൊടുത്താണ് ആ കുഞ്ഞിനെ അയച്ചത്. നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞ്. അത് തന്നെ ഞാനും വിദ്യാഭ്യാസം ചെയ്തത് കൊണ്ടാണ് ഞാൻ ആ വിദ്യാഭ്യാസത്തെ മാനിക്കുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും വലിയ ധനം. വിദ്യാഭ്യാസത്തിന് തന്നെയാണ്, അതിനേക്കാൾ വലിയൊരു ധനം മറ്റ് ഒന്നുമില്ല. കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും പെൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, ആ അച്ഛനും അമ്മയ്ക്കും അത് തന്നെയാണ് നേട്ടം. ശരി, വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത്. മറ്റുള്ളവർ കൂടി കേൾക്കേണ്ടത് തന്നെയാണ്. എപ്പോഴായാലും വിദ്യാധനം തന്നെയാണ് സർവ്വധനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ വിദ്യാഭ്യാസം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സ്ത്രീകൾ കൂടുതലായി വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പണ്ടത്തെ പോലെ 18 വയസ്സിലോ 19 വയസ്സിലോ 21 വയസ്സിലോ ഒക്കെ വിവാഹം കഴിക്കാനുള്ള സ്ത്രീകളുടെ തീരുമാനം അവർ മാറ്റും. സ്വന്തം നിലയിൽ നിർത്തിയിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരു ശക്തിയിലേക്ക് വന്നിട്ട് മാത്രമേ വിവാഹത്തെക്കുറിച്ച് പല സ്ത്രീകളും പുതിയ കാലത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നുള്ളൂ. അത് പോസിറ്റീവായ ഒരു നീക്കം തന്നെയാണ്. ശ്രീ കണ്ണനാണ്. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നമസ്തേ സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. സാറേ, ഇപ്പൊ നമുക്ക് ഈ ഹിന്ദുവിന്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മുസൽമാന്റെ ആയാലും ഇതിൽ മത നേതാക്കന്മാര് അവര് മാതൃക കാണിക്കേണ്ടതിന് അവരുടെ ഓരോ ചടങ്ങുകൾക്ക് കോടികൾ മുടക്കി ജനങ്ങൾ പാവപ്പെട്ടവന്റെ മുന്നിൽ പിന്നെ ഇത് കാണിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ ഗൾഫിൽ നിന്നപ്പോഴും അല്ലെങ്കിൽ ബോംബെയിലൊക്കെ അല്ലെങ്കിൽ പഞ്ചാബിലൊക്കെ ഉണ്ടായിരുന്നപ്പം അവിടുത്തുകാർ ചെയ്യുന്നത് ഒരു വീട്ടിൽ ആവശ്യമുള്ള ഫർണിച്ചറിന്റെ വീട്ടിൽ ആവശ്യമുള്ള എന്ത് വേണം ആ ഫർണിച്ചറും മറ്റു കാര്യങ്ങളുമാണ് ഈ പഞ്ചാബുകാർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ പൂനായിൽ ഒരു വിഭാഗമുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ, അവരും ഇതുപോലെ തന്നെ സലഫികളെന്ന് പറയും. പിന്നെ ഗൾഫിലെന്ന് പറയുമ്പോൾ അവിടെ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് സ്വർണം കൊടുത്ത് കഴിഞ്ഞാലേ അവരെ കെട്ടാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ നാട്ടിലും അങ്ങനെ വരും. കാരണം ഇവിടെ നമുക്ക് ഇപ്പൊ പെൺകുട്ടികൾ കുറവാണ്. ഇനി ആരും പെൺകുട്ടികളുള്ളവർ വിഷമിക്കേണ്ട, ഈ ആണുങ്ങൾ മാത്രം വിഷമിച്ചാൽ മതി. കാരണം വെച്ചാൽ ഇനി അങ്ങോട്ട് വരുന്ന കാലഘട്ടങ്ങളിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്വർണത്തിനെ നമ്മൾ അങ്ങ് യാതൊരു ഇതും കൂടാതെ അങ്ങ് ഒഴിവാക്കുക. കാരണം വെച്ചാൽ ഒരു കൊലക്കയറാണ് സ്വർണം, കൊലക്കയറാണ്. നമ്മൾ പൈസ കൊടുത്ത് കൊലക്കയർ മേടിച്ച് കഴുത്തിലിടുന്നത് പോലെയാണ് ഈ സ്വർണം. താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റായി എനിക്ക് തോന്നിയത്, ഈ നമ്മളെ സമൂഹത്തിന് മാതൃകയാവേണ്ട ഈ മത നേതാക്കളൊക്കെ അവരുടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ അവരെല്ലാം വലിയ സ്വർണ്ണമൊക്കെ ഇട്ട് വലിയ ആഡംബരപൂർവ്വം അത്യാഡംബരപൂർവ്വം ആണ് വിവാഹം നടത്തുന്നത്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരായിരിക്കും ഞങ്ങളുടെ നേതാക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെറുതെങ്കിലും ചെയ്യേണ്ടേ, ചിരട്ടെങ്കിലും പൊട്ടിക്കണ്ടേ എന്ന് പാവപ്പെട്ട മനുഷ്യർക്കും തോന്നും. അവരൊക്കെയാണ് ആദ്യം മാതൃകയാവേണ്ടത്. പക്ഷേ അത്ര ഒരു മാതൃക
ആവുന്ന മത നേതാക്കൾ അല്ലെങ്കിൽ സമുദായ നേതാക്കളൊക്കെ തുലവും ചുരുക്കമാണ് എന്ന് പറയേണ്ടി വരും. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഈ വിഷയം നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊന്ന് ചർച്ച ചെയ്തായിരുന്നു. അന്ന് ഈ ട്രംപും ചൈനയായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത്, വ്യാപാര യുദ്ധം നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്ത വിഷയമാണ്. അന്ന് പറഞ്ഞതിന്റെ കൂടെ തന്നെ ചേർക്കാനുള്ളത്, ഈ സ്വർണം എന്ന് പറയുന്നത് ആഭരണമായിട്ട് കാണുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതെ, അത് തന്നെയാണ്. സ്വർണത്തിന് നിക്ഷേപമായിട്ട് കാണണം. നിക്ഷേപമായിട്ട് കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് ഓർക്കണം, സ്വർണം എന്നും വിലയുള്ള സാധനമാണ്. എന്നാ വിലയില്ലാത്തത്? 1960 സ്വർണ്ണ ഒരു പവൻ സ്വർണത്തിന് 60 രൂപയായിരുന്നു വില, ഒരു പവന്. അന്ന് ഒരു പാഠ്യാർക്ക്, ഒരു അധ്യാപകന്റെ ശമ്പളം 45 രൂപയായിരുന്നു. അപ്പൊ അന്നും സ്വർണം വാങ്ങാൻ അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു, 2006-07 ഈ അക്ഷയ തൃതീയ വന്ന സമയത്ത് സ്വർണത്തിന്റെ വില അന്വേഷിക്കുമ്പോ അതിന്റെ വില 1 ഗ്രാമിന് 600 രൂപയായിരുന്നു. ഇപ്പൊ അത് കൂടി ഇപ്പൊ എത്രയായി? 90 എത്രയായി? ഇപ്പൊ ഗ്രാമിന് 9290 രൂപ അത്രയായില്ലേ? അപ്പൊ അത്രയും വില എത്ര ഇരട്ടിയായിട്ട് കൂടി. ഈ 600 രൂപയായിരുന്നത് ഇപ്പോഴും അന്നും കണക്കാക്കിയിരുന്നത് വലിയ വിലയെന്നാ. ഇപ്പൊ പറയുന്ന വിലയും വലിയ വില തന്നെയാ. ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോ എത്രയായിരിക്കും വിലയെന്ന് കണക്ക് കൂട്ടി നോക്കിയേ. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, സ്വർണം വാങ്ങണമെന്നുള്ള ഒരു നിക്ഷേപമായിട്ട് കണക്കാക്കിയിട്ട് അത് കോയിനായിട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് വഴി ഇത് വാങ്ങാമല്ലോ, അതറിയില്ലേ? ഷെയർ മാർക്കറ്റ് വഴി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല, ലോക്കറി വെക്കാൻ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിക്ഷേപകരൊക്കെ, വലിയ നിക്ഷേപകരും ഇപ്പോൾ ചെറുകിട നിക്ഷേപകരും ഒക്കെ ആ തരത്തിലേക്കാണ് സ്വർണ്ണമല്ല വാങ്ങുന്നത്. സ്വർണത്തിന്റെ അതുപോലെ തന്നെ കോയിനായിട്ട് വാങ്ങുകയാണെങ്കിൽ വിൽക്കുമ്പോ പണിക്കൂലി കുറയില്ല, ആഭരണമായിട്ട് വിറ്റാൽ പണിക്കൂലി കുറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കോയിൻ വിൽക്കുമ്പോഴും അവർ നിശ്ചിത തുക കുറച്ചാണ് ആഭരണം വെക്കുന്ന അത്രയും കുറയ്ക്കില്ല. അത് വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. അതാണ്. അപ്പൊ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ കല്യാണം നടത്തുന്നതിന് വലിയ വലിയ ആൾക്കാർ ഒത്തിരി സ്വർണം ഇട്ടു, ആനയ്ക്ക് നെറ്റിപ്പട്ടം കിട്ടുന്ന പോലെ പെണ്ണിനെ ഇറക്കി വിടുന്നു എന്നൊക്കെ പറയുന്നവരില്ലേ, അവര് മനസ്സിലാക്കണം, ആ ഇടുന്നതിലെ പകുതിയും സ്വർണ്ണമല്ല, സ്വർണം പൂശിയ സാധനങ്ങളാണ്, നമ്മളെ കളിപ്പിക്കുന്നതാ. ഇത് നമുക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സ്വർണം ആഭരണമായിട്ട് ഉപയോഗിക്കേണ്ടവര് മിനിമം വാങ്ങി വയ്ക്കുക. കല്യാണത്തിനൊക്കെ സ്വർണം പൂശിയ ആഭരണങ്ങൾ വാങ്ങിയിടിക്കുക. അലങ്കാരത്തിന് വേണ്ടി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ അത് ഉപയോഗിക്കാം, മറ്റുള്ളവരെ കാണിക്കാനും ഉപയോഗിക്കാം. നിക്ഷേപമായിട്ട് വാങ്ങേണ്ടത് ഒന്നെങ്കിൽ കോയിൻ വാങ്ങുക, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് വഴി വാങ്ങുക. ഷെയർ മാർക്കറ്റ് വഴി വാങ്ങുന്നതാണ് കുറെ കൂടി കോയിനേക്കാളും ഒരു തരത്തിൽ ലാഭം. നമുക്ക് സൂക്ഷിക്കേണ്ട വലിയൊരു ബാധ്യത, സ്വർണം സൂക്ഷിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും വലിയ റിസ്ക് ആണ്. വീട്ടിൽ വെച്ചിട്ട് പോകാൻ കഴിയില്ല ആളുകൾക്ക്. ചെറിയ സ്വർണ്ണമാണെങ്കിൽ പോലും, ഇപ്പോൾ 1 പവൻ സ്വർണ്ണമായാൽ പോലും അത് വീട്ടിൽ വെച്ചിട്ട് പോകാൻ പലപ്പോഴും പ്രയാസമുണ്ടാവും. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകണം. ശ്രീ ആനന്ദാണ്. ശ്രീ ആനന്ദ്, താങ്കൾ എങ്ങനെയാണ് ഈ മലയാളിക്ക് ഈ സ്വർണത്തിന്റെ വില കൂടുമ്പോൾ ഇത്ര ആശങ്കപ്പെടുന്ന ലോകത്ത് മറ്റൊരു മനുഷ്യരും കാണില്ല, മലയാളികളല്ലാതെ? ഈ തമിഴിലും തെലുങ്കിലും ഒക്കെ സ്വർണ്ണം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ അത്രത്തോളം ഈ സ്വർണത്തോടുള്ള ഒരു ആർത്തിയോ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു വല്ലാത്തൊരു അഭിനിവേശം ഉണ്ട് എന്ന് തോന്നുന്നില്ല. സാറേ നമസ്കാരം. നമസ്കാരം, പറഞ്ഞു സാറേ. ഞാൻ തിരുവല്ല വിളിക്കാം, തിരുവല്ല കുമ്പനാട് എന്നാ വിളിക്കുന്നത്. കുമ്പനാട്, ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ തിരുവല്ല തൊട്ട് കോഴഞ്ചേരി വരെ വരുന്നിടത്ത് ഒരു 6-7 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. തിരുവല്ല ടു കോഴഞ്ചേരി. ശരി. അതിനിടയിൽ ഒരു ഗോൾഡ് വിൽക്കുന്നതോ ഗോൾഡ് പണയം വെക്കുന്നതോ സാറ് കാണിക്കാന്നുണ്ടെങ്കിൽ സാറ് പറയുന്ന പണി ഞാൻ ചെയ്യാം. പറയുന്നത് തെറ്റിയിരിക്കരുത്. കേട്ടില്ല. തിരുവല്ല ടു കോഴഞ്ചേരി വരുന്നിടം വരെ ഒരു ഗോൾഡ് കട, അല്ലെങ്കിൽ ഒരു നോർമലി ഒരു നോർമലി വിൽക്കുന്ന ഒരു കോയിൻ പോലും വിൽക്കുന്ന കടകളില്ല. ലോക്കലി വരുന്ന ബാങ്കുകൾ ഈ സെക്ഷനിൽ ഒരു 27-28 ബാങ്കുകളുടെ പുറത്തേ ഉള്ളൂ. ഹൈ ബാങ്കുകളുണ്ട്, നോർമൽ ബാങ്കുകളുണ്ട്, അതിനിടയ്ക്ക് മിഡ് റേഞ്ച് വരുന്ന ബാങ്കുകളുണ്ട്, എല്ലാം ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ NRIs ഉള്ള ഒരു ഏരിയ തിരുവല്ല കോഴഞ്ചേരി. സാറിന് അറിയാമല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് സാറിന് മനസ്സിലായി. ഇതല്ല പ്രശ്നം, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ട്. ശരി. പക്ഷേ നമ്മുടെ കേരളം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടകളുടെ സാന്ദ്രത കൂടിയ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ തൃശ്ശൂരും, എൻ്റെ നാട് ഒച്ചിരയാണ്, കായംകുളത്തുമൊക്കെ സ്വർണ്ണക്കടകളാകെ മറ്റ് പലചരക്കടകളേക്കാൾ കൂടുതൽ സ്വർണ്ണക്കടകളുള്ള ഒരു നാട് കൂടിയാണ് എന്തായാലും കേരളം. നമുക്ക് അങ്ങനെ അല്ലാത്ത ചില സ്ഥലങ്ങൾ കൂടി ഉണ്ട് എന്ന് അറിയുന്നത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ആവണം സാധാരണക്കാരെ, പ്രത്യേകിച്ച് NRIs കൂടുതലുള്ള സ്ഥലമായിട്ട് പോലും ആ സ്ഥലം കോഴഞ്ചേരി ഭാഗത്ത് അത്രത്തോളം, കുമ്പനാട് ഭാഗത്ത് അത്രത്തോളം സ്വർണ്ണക്കടകളില്ല എന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യമായി തന്നെ നമ്മൾ കാണേണ്ടതാണ്. ശ്രീ ഷാജിയാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ പറയാം. ഞാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ കേരളത്തിലാണ് കൂടുതലും സ്ത്രീകളാണ് ഈ സ്വർണത്തിനോട് കൂടുതൽ ആസക്തി വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്വർണം ഉപയോഗിക്കുന്ന സ്ത്രീകൾ വളരെ കുറവാണ് സാറേ.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സ്വർണത്തിനോട് കൂടുതൽ വില ഇങ്ങനെ കൂടി വരുന്നതോറും ഈ കൊള്ളയടി, പിടിച്ചുപറി, ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ പ്രലോഭനങ്ങൾ കൂടും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീധനം പോലും വാങ്ങിക്കാണ്ട് കെട്ടിയ ഒരാളാണ്. എന്നിട്ട് ഞാൻ എന്റെ സ്വന്തം അധ്വാനത്തിൽ അന്ന് 3000 രൂപയാണ് ഒരു പവൻ ഉണ്ടായിരുന്നത്. എനിക്കിപ്പോ ശരിക്കും പറഞ്ഞാൽ 56 വയസ്സായി. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്കിപ്പോ 56 വയസ്സായി. ഞാൻ സ്ത്രീധനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അന്ന് ഒരു താലിമാല, ഒരു മാലയിട്ട് എന്റെ ഭാര്യനെ എന്റെ കൂടെ വിട്ട. എന്നിട്ട് ഞാൻ വാങ്ങിച്ച അന്ന് 3000 രൂപ ഉള്ളു പവന്. ഇപ്പൊ 1 ലക്ഷം രൂപ പറ്റ വരും പറയുമ്പോ ആ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഉപേക്ഷിക്കണം. ജനങ്ങൾ അത് നമ്മൾ കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കരുത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളെ കണ്ടല്ലേ, ഇവരെ മുത്തുമാല, മറ്റുള്ള ഫോറിൻ രാജ്യങ്ങളിലൊക്കെ സ്വർണ്ണം വിട്ട് ഒരു സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടില്ല. എന്റെ കാഴ്ചപ്പാടില്ല. എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ പറഞ്ഞത് താങ്കൾ പറയുന്നത് പൂർണ്ണമായ അറിവില്ല എന്നുള്ള, താങ്കൾക്ക് വിശാലമായ ലോക കാഴ്ചപ്പാടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അറിവില്ലായ്മയല്ല, ഒരു വലിയ കാഴ്ചപ്പാടാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകളെ നമ്മൾ എന്തിന് ഈവൻ സിനിമയിൽ പോലും അടക്കം കാണുന്നതാണ്. ഈ മലയാളികളെ പോലെ ഇത്തരത്തെയും സ്വർണം ഇട്ടുകൊണ്ട് നടക്കുന്ന മനുഷ്യർ മറ്റ് രാജ്യങ്ങളിലൊന്നുമില്ല. അവരൊക്കെ സ്വർണ്ണത്തെ കാണുന്നത് നിക്ഷേപമായിട്ടാണ്. സ്വർണ്ണത്തെ ഒരു നിക്ഷേപമായി കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണത്തിനോട് നമ്മൾ വെറുക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കേണ്ടതോ ഒന്നല്ല. അതിനെ നിക്ഷേപമായി കണ്ടാൽ വലിയ ഗുണമുണ്ട്, സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ അതിനെ ആഭരണമായി കാണുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്വർണ്ണവില കൂടുമ്പോൾ ആശങ്കപ്പെടേണ്ടി വരുന്നത്. ശ്രീ ബിനീഷ് ആണ് കോട്ടയത്ത് നിന്ന്. ശ്രീ ബിനീഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മളത് കാണുന്നത് എങ്ങനെയാ വെച്ചാല്, ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെ നോക്കുക, അവരൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് കേൾക്കാം. മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകളൊന്നും ഈ സാധനം ഉപയോഗിക്കുന്നേ ഇല്ല. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവര് പോലും മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അധികം സ്വർണ്ണം ഉപയോഗിക്കാറില്ല. രണ്ടാമത് ഇപ്പൊ എനിക്ക് പരിചയമുള്ള എന്റെ ഒരു സുഹൃത്ത് ജുവലറി വർക്ക് ചെയ്യുന്നു. അവര് പറയുന്നത് എന്താ വെച്ചാല്, പുതിയൊരു സ്വർണം നമ്മൾ ബൾക്കായിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ സെറ്റായിട്ട് കല്യാണത്തിന്റെ ആൾക്കാരെ കൊണ്ട് കൊടുക്കത്തില്ലേ, അവരത് സ്വർണ്ണ വിലയ്ക്ക് തന്നെ എടുക്കും. എടുത്തിട്ട് പോളിഷ് ചെയ്ത് 2 മുട്ടുസൂചി കൊണ്ടുപോയി കുത്തി അങ്ങോട്ട് കൊണ്ടിടും. എന്നിട്ട് പണിക്കൂലിയായിട്ട് പൈസ മേടിക്കും. അത് നമ്മൾ അറിയുന്ന പോലും ഇല്ല. അതാവും നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്, നമുക്ക് കണ്ട കരച്ചിൽ വരുവിടാന്ന് പറയുന്നത്. കാര്യം ഇത് പോളിഷ് ചെയ്ത് അവരുടെ ഒരു ജുവലറിയുടെ പേരാണ്, അതിന്റെ ഒരു കോഡ് മാർക്ക് ഉണ്ട്. ആ കോഡ് മാർക്ക് ഞങ്ങൾ എടുത്ത് മാറ്റും. എന്നിട്ട് അവരുടെ ജുവലറിയുടെ സാധനം എടുത്തിട്ട് അവരുടെ വെക്കും, പോളിഷ് ചെയ്യും, 2 മുട്ടുസൂചി. ഇത് ഇത്രയും ചെലവേ ഉള്ളെന്ന് പറയും. പണിക്കൂലി മേടിക്കുന്ന എത്രയാ? എന്നിട്ട് ആ പണിക്കൂലി നമുക്കൊരു ചെറിയ ഇളവൊക്കെ തന്ന് നമ്മളെ പറ്റിക്കുക കൂടി ചെയ്യും. അതിന് കൂടെ ഒരു ജ്യൂസും ഒക്കെ തന്ന് ബില്ല് വരുമ്പോ മാത്രമേ നമ്മൾ അതിന് മുമ്പ് വെള്ളം നമ്മളെ കുടിപ്പിക്കും. ഇത് സർക്കാർ ഇതിന്റെ അകത്ത് ഇടപെടാൻ പറ്റത്തില്ല. കാര്യം ഇത് അവശ്യ വസ്തു അല്ല. പിന്നെ ഇപ്പൊ ഒരാൾ നടന്നു പോകുമ്പോ ഒരാളെ തലക്കടിച്ച് സ്വർണം മോഷ്ടിച്ചു, അയാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലും അയാൾക്ക് ഇത്രയ്ക്ക് ശിക്ഷ കിട്ടത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് വില കൂടുമ്പോൾ അത്തരം മോഷണവും കാര്യങ്ങളും ഒക്കെ പെരുകും. അത് സ്വാഭാവികമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ശ്രീ ഗ്ലാഡിയേറ്റർ പറയുന്നു, വിവാഹ മാർക്കറ്റിൽ സ്വർണ്ണത്തിനും സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിലയുണ്ട്. കാരണം സ്വർണം വിറ്റാൽ കാശാക്കാം, സർക്കാർ ഉദ്യോഗസ്ഥനായാൽ മരിച്ചാൽ ജോലി കിട്ടും, 2 തരം ഇൻഷുറൻസ് ആണ് എന്ന് പറയുന്നു. ജോലി കിട്ടും എന്നുള്ളത് മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥരായ സ്വാഭാവികമായ ആളുകളൊക്കെ കാണുന്നത് അവർക്ക് കൃത്യമായ ഒരു ശമ്പളം കിട്ടും, ജോലി സ്ഥിരതയുണ്ട് സ്വകാര്യ മേഖലയിലേക്കാൾ എന്നത് പുതിയ കാലത്തുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കൂടി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലേക്കുള്ള പ്രാധാന്യമൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇത്തരം ചില കമന്റുകൾ കൂടി സ്വർണ്ണവുമായി ബന്ധപ്പെട്ട്, സാധാരണ ഇതിൽ തർക്കങ്ങളൊക്കെ വരേണ്ടതാണ്. എന്തായാലും സ്വർണ്ണവിലക്കകത്ത് നമ്മുടെ യൂട്യൂബ് കമന്റുകളിൽ അങ്ങനെ വലിയ തർക്കങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും ഏകദേശം ഒരേ അഭിപ്രായമാണ് എന്ന് തോന്നുന്നു. നമുക്ക് ശ്രീ നിസാറിലേക്ക് വരേണ്ടതുണ്ട്. നിസാർ, താങ്കൾ എങ്ങനെയാണ് ഈ മലയാളിക്ക് ഈ സ്വർണ്ണത്തോടുള്ള ഒരു ഭ്രമം, അല്ലെങ്കിൽ നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് എല്ലാം സ്വർണം വേണം, നമ്മുടെ ചടങ്ങുകൾക്കെല്ലാം സ്വർണം വേണം എന്നുള്ള ഒരു നിർബന്ധം, എന്തിന് നമ്മുടെ ദൈവങ്ങൾക്ക് പോലും സ്വർണ്ണമാണ് വലിയ ഇതായി നൽകുന്നത്. അപ്പോൾ ആ ഒരു രീതിയൊക്കെ മാറേണ്ടതല്ലേ? പ്രതീഷാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രതീഷ്, താങ്കൾക്ക് പറയാം. ഓക്കെ. ഞാൻ ഇതിന്റെ അകത്ത് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിയാണ്. ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ ലാഭമല്ലേ? ലാഭമാണ്. ഒന്ന്, നമ്മള് ബേസിക് സ്റ്റാർട്ടിങ് മുത്തൂറ്റ് ഫിന്നിന്റെ ഒരു ഷെയർ മാർക്കറ്റ്, മുത്തൂറ്റ് ഫിന്ന് ഒരു 2006 വർഷം മുമ്പ് അത് 100 രൂപ താഴോട്ട് ലിസ്റ്റ് ചെയ്തപ്പോ 135 ആയിരുന്നു അവരുടെ ഷെയർ ലിസ്റ്റ്. പിന്നെ വന്ന മണപ്പുറം ഫിനാൻസ്. ഞാനിപ്പോ ഇതിനകത്ത് പറഞ്ഞ ഈ ഗോൾഡിന്റെ സ്വർണത്തിന്റെ പുറകെ പോകണല്ല, നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സ്വർണം. എപ്പോഴും എല്ലാ കാലത്തും ലോകത്തെ വലിയ പ്രധാനപ്പെട്ട നമ്മൾ നോക്കുന്ന വെച്ചാല് 135 ലിസ്റ്റ് ചെയ്തത് ഇപ്പൊ 2000 മുകളിലാണ് അതിന്റെ റേറ്റ് ഒരു ഷെയറിന്.
വലിയ ലാഭമാണ്. മറ്റ് പല മേഖലകളിലും കിട്ടുന്നതിനേക്കാൾ വലിയ ലാഭം തന്നെയാണ്. സ്വർണം ഒരു നിക്ഷേപ നിലയ്ക്ക് ശ്രീ പ്രതീഷ് അത് ഏറ്റവും മികച്ച മാർഗം തന്നെയാണ്. സ്വർണം അങ്ങനെ വെറുക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ തള്ളിക്കളയേണ്ടതോ എന്നല്ല. മഞ്ഞലോഹത്തെ തള്ളിക്കളയണമെന്ന് പറയുന്നത് മഞ്ഞലോഹം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആഡംബരത്തിന്റെ ഭാഗമായും ഇതിനെ ആഭരണമാക്കണം എന്ന് പറയുന്നതിന് അടുത്താണ് നമുക്ക് അതിനോട് വിയോജിപ്പുള്ളത്. അതിനകത്ത് കാരണം വെച്ചാൽ ന്യൂ ജനറേഷൻ ഇപ്പൊ എല്ലാം ഡയമണ്ടിന്റെ പുറകെ പോകണം. ശരി, ശ്രീ രതീഷാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വിവാഹ മാർക്കറ്റിലാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു വിഷയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15 പവൻ കൊടുക്കാം എന്നൊരു 2 മാസം അല്ലെങ്കിൽ 3 മാസം മുമ്പ് പറഞ്ഞതിന് ശേഷം ഈ സമയമാകുമ്പോഴത്തേക്ക് ഈ സ്വർണ്ണത്തിന് ഇതുപോലെ വില കയറി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും അവിടെ പല വിഷയങ്ങളും അങ്ങനെ വിവാഹത്തിന് കൊടുക്കാം എന്ന് പറയുന്ന ഒരു സാമൂഹിക സാഹചര്യം, വിവാഹം തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ 10 പവൻ തരാം, 20 പവൻ തരാം, 100 പവൻ തരാം എന്നൊക്കെ പരസ്പരം കരാറുണ്ടാക്കുന്ന ഒരു വ്യവസ്ഥയ്ക്ക് ആ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്. അതെ 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 ഈ വ്യവസ്ഥ ഈ സ്വർണം എന്നുള്ളൊരു വ്യവസ്ഥ തന്നെ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനുവേണ്ടി കടമെടുക്കുകയും അത് വീട്ടാൻ പറ്റാതെ വരെയും അത് വലിയൊരു ബാധ്യതയിലേക്ക് പോവുകയും എത്രയോ വീടുകൾ പട്ടിണിയിലായി പോകുന്നത്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് ഒരു വിവാഹം നടത്തിയ ശേഷം പിന്നീട് അതിന്റെ കടവും ആ കടം വീട്ടാനാവാതെ ജീവിതം മുഴുവൻ അധ്വാനിച്ച് തീർക്കേണ്ടി വന്ന മനുഷ്യർ എത്രയോ പേരുണ്ട്. അധ്വാനിച്ച് തീർക്കാൻ പറ്റാതെ വരുന്നവർ പലരും ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പലർക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വരുമാനം കിട്ടാതെ വരികയും ജോലി ഇല്ലാതെ വരികയും ചെയ്യുമ്പോഴത്തേക്ക് അവരെ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ്. നമ്മളിപ്പോ ഒരു മുന്നിൽ ഒരു വരുമാനം കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ കടമൊക്കെ എടുക്കുന്നത് ഈ കല്യാണത്തിനാണെങ്കിൽ ഇതിനാണ്. പക്ഷെ അത് തീർക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസരം ഉണ്ടെങ്കിൽ അവർക്ക് ആ വീട് അല്ലെങ്കിൽ സ്ഥലമായി വിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്, അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത്, അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഒരു ആത്മഹത്യയിലേക്ക്. ആളുകളൊക്കെ ചില അല്പ തമാശ അലർത്തിയാലും പറയാറുണ്ട്, മലയാളികളുടെ പലരുടെയും ജീവിതം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക, അതിന്റെ EMI അടയ്ക്കുക, മകളുടെ വിവാഹം നടത്തുക, അതിന്റെ കടം തീർക്കുക, അതോടുകൂടി അയാളുടെ ജീവിതം അവസാനിച്ചു. സ്വന്തമായി ജീവിക്കാൻ കഴിയാതെ മരിച്ചു പോകേണ്ടി വരുന്ന എത്രയോ ആയിരങ്ങളോ ലക്ഷങ്ങളോ ഒക്കെ ജീവിക്കുന്ന ഒരു നാടാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ശശിധരനാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? വിഷയത്തെ കാണുന്നില്ല, നമ്മളിപ്പോ സ്വർണം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത്ര വലിയൊരു കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ ഏറ്റവും അഭിനന്ദിക്കുന്നത് നമ്മളെ ക്രിസ്ത്യൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു പെന്തിക്കോസ്ത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെ ജാതിയോ പേരോ എടുത്ത് പറഞ്ഞതല്ലോ. അല്ല, അങ്ങനെ പറയുന്നതിന് തെറ്റില്ല. ഒരു വിഭാഗം അങ്ങനെ സ്വർണം ഉപേക്ഷിക്കുന്നെങ്കിൽ, അവരുടെ ആഭരണമായി ഉപേക്ഷിക്കുന്നെങ്കിൽ അതിനെ പോസിറ്റീവായി കാണണം. സ്വാഭാവികമായും ആ ഒരു വിഭാഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞു പല കാര്യത്തിലും അവർ വിമർശനം കേൾക്കുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ പറയണം ആരായാലും. അവരെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം സ്ത്രീകളാണ് കാതിലൊന്നും ഉണ്ടാവില്ല, കഴുത്തിലില്ല, വേറെ ഒന്നുമില്ല. സ്വർണം എന്ന് പറഞ്ഞ സാധനമേ അവർ ഉപയോഗിക്കുന്നില്ല. അതുപോലെ അവരെ കണ്ട് ബാക്കിയുള്ളവരും പഠിക്കുന്നത് നല്ലതാണെന്ന് പറയാം. കാരണം അവന് മനുഷ്യന്റെ ജീവൻ വരെ പോയി പോകുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ സ്വർണം. ശരി, സിന്ധുരാജാണ്. സിന്ധുരാജ്, താങ്കൾ എങ്ങനെയാണ് ഈ നമ്മൾ നിക്ഷേപ നിലയ്ക്ക് ശരിയാണ്, സ്വർണം ഉപയോഗിക്കുന്നതും സ്വർണം വാങ്ങുന്നതും ഒക്കെ നല്ലതാണ്. പക്ഷേ സ്വർണത്തെ നമ്മുടെ കല്യാണത്തിനും നൂലുകെട്ടിനും മുതൽ സർവ്വ ചടങ്ങിനും സ്വർണം ഒരു അവശ്യ വസ്തുവാണ് അല്ലെങ്കിൽ ഒരു അനിവാര്യമാണ് എന്ന് കാണുന്ന ഒരു ജീവിത രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം, അത് ശരിയാണോ? നമസ്കാരം സാറേ. നമസ്കാരം സാറേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ചർച്ചയ്ക്ക് വെച്ചിരുന്നു, അഭിപ്രായത്തിറങ്ങിയിരുന്നു. മനസ്സാറായിരുന്നു ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തിരുമലയിൽ നിന്നോ അത് ഭാഗത്തുനിന്നൊരു ചേട്ടനോ അനിയനോ വിളിച്ചിരുന്നത്. സ്വർണം കൊണ്ട് ജീവിതം കഷ്ടപ്പെട്ടിയ ഒരു സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യം എന്തെങ്കിലും ധരിക്കോ സാറേ? അത് പറഞ്ഞിരുന്നു അദ്ദേഹം. താങ്കൾ പറഞ്ഞോളൂ. അല്ല, എനിക്കറിയില്ല. ഞാൻ എനിക്ക് ആകപ്പാടെ ഞങ്ങളെ ഈ പ്രോഗ്രാമായിട്ടുള്ള മനസ്സിലായി. താങ്കൾ പറഞ്ഞോളൂ. അപ്പൊ ആ പുള്ളിക്കാരന്റെ അനുഭവം നേരിട്ട് പറഞ്ഞു. മനസ്സാർ ഒരുപാട് സമയം കൊടുത്ത് അദ്ദേഹം പറഞ്ഞു കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ സ്വർണം കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് നമ്മളെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കട്ടെ. അത് മാത്രമേ എനിക്ക് ഇപ്പൊ ഈ അവസരത്തിൽ പറയാനുള്ളൂ. അല്ല, സ്വർണത്തിന് വില കൂടുന്നതുകൊണ്ടോ ദോഷമുണ്ടോ നഷ്ടമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ 2 പെൺകുട്ടികൾക്ക് ഒരു ഉറപ്പ് കൊടുക്കാം സാറേ എനിക്ക്. 2 ആൺകുട്ടികളാണ് ഉള്ളത്. അതെ, 2 പേരുടെയും വാങ്ങില്ല. 2 മക്കളുടെയും വിവാഹത്തിന് സ്വർണം വാങ്ങില്ല എന്ന് താങ്കൾ പ്രഖ്യാപിക്കുകയാണ്.
ഉറപ്പ് കൊടുക്കുകയല്ലേ, അത് നമ്മള് പൊതുവേദി കൂടെ അവതരിപ്പിക്കുകയല്ലേ. മക്കൾ രണ്ടുപേരും എവിടം വരെയായി? മൂത്തയാൾ 27 വയസ്സായി. 27 വയസ്സായി. അപ്പൊ ഇനിയിപ്പോ എന്തായാലും വിവാഹത്തിലേക്ക് അടുക്കുന്ന പ്രായമാണ്. അതെ. ശരി. അപ്പൊ ഇളയാളോ? അയാളും 24 വയസ്സായി. 24. അപ്പൊ എന്തായാലും അദ്ദേഹത്തിനും അധികം താമസിയാതെ വിവാഹം കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരുടെയും വിവാഹത്തിന് സ്വർണം വാങ്ങില്ല എന്ന് താങ്കൾ പ്രഖ്യാപിക്കുകയാണ്. ഉറപ്പിച്ചല്ലോ അത്. ഉറപ്പിച്ചു. ഓക്കെ. എന്തായാലും താങ്കളുടെ ആ പൊതുവേദിയിലൂടെ ഇങ്ങനെ പോസിറ്റീവായ ചില കാര്യങ്ങൾ കൂടി, പ്രഖ്യാപനങ്ങൾ കൂടി നടക്കുന്നതിൽ വലിയ സന്തോഷം. തിരുവനന്തപുരത്ത് നിന്നുള്ള സിന്ധുരാജ് തിരുവനന്തപുരത്ത് എവിടെയാണ്? ഞാൻ പൗടിക്കോണം. തിരുവനന്തപുരം പൗടിക്കോണത്ത് നിന്ന് സിന്ധുരാജാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ 2 ആൺമക്കളുടെയും വിവാഹത്തിന് ഒരു കാരണവശാലും സ്വർണം വാങ്ങില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് തന്നെ ഈ പൊതുവേദിയിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. എല്ലാ മനുഷ്യർക്കും ഇത്തരം പ്രഖ്യാപനം നടത്താൻ, നമ്മളുടെ വിവാഹത്തിന് സ്വർണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാലമുണ്ടായാൽ, അങ്ങനെ സ്വർണം വാങ്ങാൻ കഴിയാതെ ആളുകൾ പ്രയാസപ്പെടേണ്ട അല്ലെങ്കിൽ അപമാനിതരായി പോകേണ്ട ഒരു അവസ്ഥ കേരളത്തിൽ നിന്ന് ഒഴിവാകും. അത്തരമൊരു കാലമാണ് നമുക്ക് വരേണ്ടത്. എന്തായാലും നമുക്ക് രാജനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഈ സ്വർണത്തിന് വില കൂടിയത് കൊണ്ട് 10ഉം 20ഉം പവൻ കൊടുക്കുന്ന ആൾക്കാരെ 4ഉം 5ഉം പവൻ കൊടുക്കാൻ നിർബന്ധിതരാകും. അത് നല്ല കാര്യം തന്നെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കൂടുതൽ സ്വർണം കൊടുക്കുന്നത് ഒഴിവായി കിട്ടും. അങ്ങനെ ഒഴിവായി കിട്ടുമെന്നൊക്കെ പറയുമ്പോഴും കാശുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവർക്ക് 2000 പവന് 2000 3000 കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5000 കൂടി കഴിഞ്ഞാൽ അവർക്ക് 50 പവനോ 100 പവനോ വാങ്ങുമ്പോൾ അവർക്ക് 2-3 ലക്ഷം അധികം കൊടുക്കണ തുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വിഷയമല്ല. ഇത് സാധാരണക്കാരായ മനുഷ്യർക്കും ഇടത്തരക്കാരായ മനുഷ്യർക്കൊക്കെയാണ് ഇതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടാകുന്നത്. അല്ല, സാധാരണക്കാരെ ബാധിക്കും. പക്ഷേ അത് അവര് സ്വർണം കുറച്ച് കൊടുത്താലോ സ്ത്രീധനായിട്ട്. അങ്ങനെയല്ല, സ്വർണം ഒരു വിവാഹത്തിന് സ്വർണം ഒരു അനിവാര്യ വസ്തുവേ അല്ല എന്ന ഒരു നിലയിലേക്ക് എത്രയോ പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചു. വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മളെക്കാൾ എത്രയോ സമ്പന്നരായ മനുഷ്യരടക്കം വിവാഹം കഴിക്കുന്നത്. അവരാരും ഈ സ്വർണ്ണം വിട്ടൊന്നുമല്ല വിവാഹം കഴിക്കുന്നത്. ശരി. ശ്രീ ഉണ്ണികൃഷ്ണപിള്ളയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണപിള്ള, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഈ വിഷയത്തെ സമീപിക്കുന്നത് ഈ കഴിയുന്നതും ഈ സ്വർണം കൊടുക്കുന്നത് ഒഴിവാക്കുക. എവിടെയെങ്കിലും 2 സെന്റ് വസ്തു മേടിച്ചിട്ടാൽ അതൊരു ഇതാവും. ഈ സ്വർണം കൊടുപ്പ് കഴിയുന്നതും ഒഴിവാക്കുക. പാവം പിടിച്ച പിള്ളേരെ അയക്കാൻ ഒരു നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയിൽ. ശരി. ഷിബിനാണ് എറണാകുളത്ത് നിന്നും. ഷിബിൻ, താങ്കൾ ഈ ഒരു എങ്ങനെയാണ് ഈ സ്വർണത്തോട് മലയാളിക്ക് അങ്ങനെ ഒരു ഭ്രമമുണ്ട്, അല്ലെങ്കിൽ അതൊരു തെറ്റായി കാണുന്നുണ്ടോ താങ്കൾ? തെറ്റെന്ന് പറഞ്ഞാൽ സ്വർണം വില കുറഞ്ഞ അവസരത്തിലൊക്കെ നമുക്ക് സ്വർണം ന്യായമായിട്ട് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഈ ഇന്നിപ്പോ എന്ന് പറഞ്ഞപ്പോ കണ്ടില്ലേ, 1 ലക്ഷം തുടങ്ങുന്ന അപ്പൊ 3/4 ലക്ഷം രൂപ ആയ സ്ഥിതിക്ക് ഷിബിന് വില കുറഞ്ഞെന്ന് പറഞ്ഞാലും എത്ര കുറയാനാണ്? ചിലപ്പോൾ 10,000 രൂപ 15,000 രൂപ ചിലപ്പോൾ കുറയാം. എന്നാൽ പോലും ഈ ഒരാൾക്ക് 30 പവനും 40 പവനും അല്ലെങ്കിൽ 20 പവനും ഒക്കെ താങ്ങുക എന്ന് പറയുന്നത് സാധാരണ ഒരു വിവാഹത്തിന് നിർബന്ധമായാൽ വലിയ പ്രയാസമല്ലേ? അതെ അതെ. ഈ പൈസ ഉള്ളവർ കൊടുക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾ ഇതിൽ പ്രശ്നമാവണത്. പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അവർക്ക്. അതെ. അപ്പൊ ഞാൻ പറയണത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും കുടുംബസഹിതം ഈ സ്വർണത്തിന് പിന്മാറും. ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടം അങ്ങനെ പിന്മാറുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു പരിധിവരെ പിടിച്ചേക്കാൻ പറ്റും. നമ്മുടെ ഒരു പ്രേക്ഷകൻ വന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 2 ആമക്കൾ ഉണ്ട്, 2 പേരുടെ ഒരു തരി സ്വർണം വാങ്ങില്ല എന്ന് പൊതുവേദിയിലൂടെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഞാൻ എന്റെ വീട്ടിൽ പറയണ്ട, എല്ലാവരും ഒന്നും ഇതിന് പിന്മാറണം. പിന്മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വർണം ഇതാവും. ഇതിപ്പോ ആഗോള തലത്തിലുള്ള ഇതാണല്ലോ ഈ വില കൂടാൻ കാരണം. അതെ. ഹലോ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, ഷിബിൻ്റെതാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നിക്ഷേപമായി കണ്ടാൽ മതി എന്ന് പറയുന്നു. അഷറഫാണ് പറയുന്നത്. അഷറഫ് അൽഫാലിയാണ് പറയുന്നത്. അത് ശരിയാണ്. നിക്ഷേപമായി കണ്ടാൽ സ്വർണം എന്തുകൊണ്ടും നല്ല ഒന്ന് തന്നെയാണ്. എപ്പോഴും വില അങ്ങനെ കാര്യമായ നിക്ഷേപത്തിൽ ഉറപ്പുള്ള, താരതമ്യേന മറ്റ് നിക്ഷേപത്തെക്കാൾ ഉറപ്പുള്ള ഒന്ന് കൂടിയാണ് സ്വർണം. സ്വർണത്തിന് വില കൂടിയതാണോ പൈസയ്ക്ക് വില കുറഞ്ഞതാണോ എന്നൊരു സംശയം ന്യൂ തിങ്കർ ഉന്നയിക്കുന്നു. പൈസയുടെ മൂല്യം ഡോളറിനും റുപ്പിയും തമ്മിലുള്ള മൂല്യത്തിൽ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിലുണ്ടായ വർധനവ് അല്ലെങ്കിൽ നമ്മുടെ മൂല്യത്തിലുണ്ടായ കുറവ് വളരെ വലുതാണ്. അതും ഒരു പരിധിവരെ ഇതിന് കാരണമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ സ്വർണം
സ്വർണം കൂടാനുള്ള കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനുണ്ടാകുന്ന മാറ്റമുണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ അമേരിക്ക ചൈനയുമായി ഒരു വ്യാപാര യുദ്ധത്തിന് നിൽക്കുമ്പോൾ ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട ശക്തികളുടെ വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായി ഡോളറിൻ്റെ വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ സ്വർണത്തിലേക്ക് നിക്ഷേപത്തിലേക്ക് മാറും. സ്വർണ്ണ നിക്ഷേപം കൂടുമ്പോൾ അതിന് വില കൂടും. അത് ഓഹരി വിപണിയുടെ ഒരു സ്വഭാവം കൂടിയാണ്. രൂപയ്ക്ക് മൂല്യം കുറയുന്നതും നമ്മുടെ ഡോളർ കൂടുതൽ ശക്തിപ്പെടുകയും രൂപയ്ക്ക് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ സ്വാഭാവികമായും ഇതിനെ ബാധിക്കാറുണ്ട്. എന്തായാലും സാജൻ ഡി സജൻ പറയുന്നു, കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, വീട്ടിൽ ഇനി കെട്ടിച്ചുവിടാൻ ആരുമില്ല എന്നുള്ളതുകൊണ്ട് 2 ആൺമക്കളാണെന്ന് സജൻ ഡി സജൻ പറയുന്നത്. ഈ സജൻ ഡി സജൻ നമ്മുടെ സ്വന്തം കാര്യം മാത്രമല്ല നോക്കേണ്ടത്. വീട്ടിൽ 2 ആൺമക്കളാണെങ്കിൽ ആ ആൺമക്കൾക്ക് നാളെ 2 പെൺമക്കൾ വീതം ഉണ്ടായാൽ എങ്ങനെയാണ്? നമ്മുടെ ഈ സിസ്റ്റമാണ് മാറേണ്ടത്. അല്ലാതെ സ്വർണ്ണത്തിന് വില കൂടിയാലും കുറഞ്ഞാലും പേടിക്കേണ്ട എന്ന് പറയുന്നതല്ല. തൻ്റെ ആൺമക്കൾക്ക് അല്ലെങ്കിൽ ഞങ്ങളത് വാങ്ങി ഞങ്ങളുടെ വിവാഹത്തിന് അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുകയാണ് വേണ്ടത്. അല്ലാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വല്ലവർക്കും കുഴപ്പമുണ്ടാകുന്ന ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു വിചാരമല്ല. ശ്രീജയാണ് ചേർത്തലയിൽ നിന്നും. ശ്രീമതി ശ്രീജ, താങ്കൾ എങ്ങനെയാണ് ഈ സ്വർണ്ണ വില എങ്ങനെ സ്വർണ്ണത്തിന് വാങ്ങിയൊക്കെ ഇടയ്ക്ക് നിക്ഷേപമായിട്ടൊക്കെ ചെറിയ തോതിലാണെങ്കിൽ വെക്കുന്ന ഒരാളാണോ? സ്വർണ്ണ നിക്ഷേപമായിട്ട് തന്നെ നമുക്ക് കരുതാം. ഹലോ, പറഞ്ഞോളൂ. സ്വർണ്ണ നിക്ഷേപമായിട്ട് തന്നെ കരുതാം. പക്ഷെ നമ്മുടെ മക്കളെ കല്യാണം കഴിക്കുമ്പം സ്ത്രീധനം കൊടുക്കുക, വാങ്ങുക, അത് ഇത്ര പവൻ തരാം എന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് കൊടുക്കുക. അല്ലാതെ ഇത്ര പരം തരാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് വില കൂടി വരുമ്പോൾ നമുക്കത് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന്റെ മാനസിക വിഷമത്തിന്റെ യാതൊരു ആവശ്യമില്ല. എനിക്ക് 2 പെൺമക്കളാണ്. 2 പെൺമക്കളെ കല്യാണം കഴിച്ചതും അങ്ങനെ തന്നെയാണ്. അവര് നമ്മളോടൊന്നും ചോദിച്ചുമില്ല, നമ്മളൊന്നും പറഞ്ഞുമില്ല. നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ശ്രീമതി ശ്രീജ, താങ്കളുടെയൊക്കെ ചെറുപ്പകാലത്ത് പോലും ഈ ഇങ്ങനെ അന്നും ആളുകളൊക്കെ ആഹ്വാനം ചെയ്യാറുണ്ട് ഈ സ്വർണം കല്യാണത്തിൻ്റെ ആഡംബരം കുറയ്ക്കണമെന്ന്. ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോഴും അതേ ആഹ്വാനങ്ങൾ നടക്കുന്നതല്ല, നമ്മുടെ സമൂഹത്തിലോട്ട് കാര്യമായ രീതിയിൽ അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? സാധാരണക്കാർക്കൊക്കെ വിവാഹം ഏറ്റവും നടക്കുമ്പോഴൊക്കെ ഭൂരിപക്ഷം പേർക്കും ഇത്ര പവൻ കൊടുക്കും എന്നുള്ളൊക്കെ ഒരു കരാറിലേക്കൊക്കെ പോകേണ്ട അവസ്ഥയൊക്കെ ഇല്ലേ? ഒരു കാരണവശാലും നമ്മൾ പെൺമക്കളുള്ള അമ്മമാര് പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത്ര പവൻ കൊടുക്കാം എന്നൊരു വാക്കേ പറയേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ പിന്നെ സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റാണ്ട് വന്നാൽ അതൊരു പ്രശ്നമാകും. നമ്മുടെ മകളെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കല്യാണം തീരുമാനിക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കൊടുക്കുക. അതാണ് നല്ല കാര്യം. ശരി, ഇങ്ങനെ ആർജവത്തോടു കൂടി തന്നെ പറയാൻ ശ്രീമതി ശ്രീജയെ പോലെ ആർജവത്തോടു കൂടി പറയാൻ കേരളത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഴിയണം. ഇത്ര പവൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇത്ര പവൻ വേണം എന്ന് പറഞ്ഞല്ല ഒരു വിവാഹത്തിൽ 2 പേർ തമ്മിലുള്ള വിവാഹബന്ധം തീരുമാനിക്കേണ്ടത്. സ്വർണത്തിൻ്റെ അളവ് വെച്ചിട്ടല്ല ഒരു കരാർ ഉണ്ടാക്കേണ്ടത്. അത്തരം ഒരു തീരുമാനം എല്ലാവർക്കും എടുക്കാൻ കഴിയണം. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി പറയേണ്ടതുണ്ട്. നമ്മളെന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു തോമസ് കെ സി ചോദിക്കുന്നു. ശ്രീ തോമസ് കെ സി, നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണമാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഇത് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഒരു ആഡംബരത്തിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ നമ്മുടെ ചടങ്ങുകൾക്ക് സ്വർണം അനിവാര്യമാണ് എന്നൊരു വ്യവസ്ഥ, അങ്ങനെ ഒരു വ്യവസ്ഥ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ടോ? ആ വ്യവസ്ഥ തിരുത്താൻ വേണ്ടി തന്നെയാണ് ഇത്തരം ചർച്ച നടക്കുന്നത്. ആ വ്യവസ്ഥ ഉള്ളിടത്തോളം കാലം സാധാരണക്കാരായ ജനങ്ങൾക്ക്, പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ, വിവാഹപ്രായം അടുത്ത് നിൽക്കുന്ന സ്ത്രീകളും പെൺകുട്ടികളൊക്കെ ഉള്ള അച്ഛനമ്മമാർക്കൊക്കെ വലിയ പ്രയാസമുണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ വ്യവസ്ഥ മാറ്റാൻ നമുക്ക് കഴിയണം. വ്യവസ്ഥ മാറ്റാത്തടത്തോളം കാലം അവരുടെ ജീവിതത്തിൽ അവൻ അധ്വാനിച്ച് ഒരു കാലത്ത് വരെ അധ്വാനിച്ചതായിരിക്കും. ആ സമ്പത്ത് മൊത്തം കല്യാണത്തോടു കൂടി തീർന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി ജീവിതത്തിൻ്റെ അവസാന ഘട്ടം മുഴുവൻ അധ്വാനിക്കേണ്ടി വരുന്ന അവസ്ഥ പാവപ്പെട്ടവരോടൊപ്പവും ഇങ്ങനെ പോയാൽ എന്ന് അമീന ബീഗം ചോദിക്കുന്നു. സ്ഥിര വരുമാനമുള്ളവർ ജീവിത ചെലവ് ചുരുക്കി ക്യാഷ് സേവ് ചെയ്താൽ മകൾക്കായി കരുതൽ ഉണ്ടാകുമെന്ന് ജോസഫ് കെ എം പറയുന്നു. അങ്ങനെ മക്കൾക്കായി കരുതൽ വേണോ, സ്ഥിര വരുമാനമുള്ള ചെലവ് ചുരുക്കി എന്നൊക്കെ അത് ഓരോരുത്തരുടെ തീരുമാനമാണ്. മക്കൾക്ക് എങ്ങനെ സാമ്പത്തികമായാണോ കരുതൽ വേണ്ടത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണോ എന്നൊക്കെ. വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെ മക്കൾക്ക് കരുതൽ വെച്ചല്ല അവരാരും ജീവിക്കുന്നത്. അവരുടെ ജീവിതം മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും കൊടുക്കും. മക്കൾ ജീവിക്കേണ്ടത് അവരുടെ ചിലവിലാണ്. അവരവരുടെ ജീവിതം കണ്ടെത്തിക്കോണം എന്നുള്ളതാണ്. ലീലാമയാണ്. ശ്രീമതി ലീലാമ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീമതി ലീലാമ, കേൾക്കാമോ? ശ്രീമതി ലീലാമ്മയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. മണിയനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ മണിയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സ്വർണ്ണവില കൂടുമ്പോൾ മലയാളിക്ക് ഇത്രത്തോളം ആശങ്ക തോന്നേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതശീലം കൊണ്ടാണ്. അത് മാറ്റേണ്ടതല്ലേ? തീർച്ചയായിട്ടും
സാർ അതിനകത്ത് നമ്മൾ എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇവിടെ സ്ത്രീധനം കൊടുക്കരുതെന്ന് നമ്മുടെ സർക്കാർ ഒരു നിയമം എടുത്ത് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ നിയമം ലംഘിച്ചാണ് എല്ലാവരും സ്ത്രീധനത്തിന്റെ പുറകെ നടക്കുന്നത്. ഇതിപ്പോൾ സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ നിയമമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും കാര്യമെന്ന് പറഞ്ഞാൽ ഒരാൾ ഞാൻ സ്ത്രീധനമല്ല കൊടുത്തത്, എൻ്റെ മകൾക്ക് ഞാൻ കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ വിവാഹം നടക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, പിന്നീടാണല്ലോ ഇത് എന്തെങ്കിലും തർക്കമുണ്ടാകുമ്പോഴൊക്കെയാണല്ലോ വിഷയമാകുന്നത്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ആളുകൾക്ക് എളുപ്പമാണ്. ഏത് നിയമത്തിൽ കൊണ്ട് മാത്രം ഇപ്പോൾ ഒരാളുടെ വിവാഹത്തിന് മകൾക്ക് സ്വർണ്ണമാല ഇട്ട് വിടരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. സ്ത്രീധനം പാടില്ല, അങ്ങനെ ഒരു കാര്യം പാടില്ല. അവർ പറയും ഞങ്ങൾ ഒരു മാല ഇട്ടു, ഞങ്ങളുടെ മകളുടെ വിവാഹത്തിന് സന്തോഷത്തിന് ഇട്ടാണെന്ന് പറഞ്ഞാൽ ആ നിയമത്തിന്റെ പരിധി നിന്നൊക്കെ നിയമമല്ല വേണ്ടത്, നമുക്കൊരു നിയമത്തിനപ്പുറത്തേക്ക് വ്യവസ്ഥ ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഇത്തരം സ്വർണം മേടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കത്തില്ല. പണക്കാരല്ലേ സ്വർണം മേടിച്ച് സ്വർണത്തിന് വില കൂട്ടുന്നത്. പാവപ്പെട്ടവന് എന്താ പറയാ, ഓരോ 3-4 പവൻ മേടിക്കാനേ കാശുണ്ടാവുള്ളൂ. ഇവിടെ വൻകിടക്കാര് സ്വർണം മേടിച്ച് അവര് കള്ളപ്പണം വെച്ചിട്ട് സ്വർണം മേടിച്ച് മാറ്റിയിട്ടാണ് ഈ വില കൂടുന്നത്. ശ്രീ മണിയൻ, എന്തായാലും തൽക്കാലം അങ്ങനെ കൂടുതൽ ആളുകൾ സ്വർണം മേടിച്ചിരുന്നത് കേരളത്തിലെ ആളുകളോ അങ്ങനെ ആളുകൾ സ്വർണം മേടിക്കുന്നതുകൊണ്ടല്ല സ്വർണ്ണത്തിന് വില കൂടുന്നത്, ആഗോളതലത്തിൽ സ്വർണ്ണത്തിലേക്ക് നിക്ഷേപം കൂടുന്നു. ആ ഒരർത്ഥത്തിൽ വിശാലാർത്ഥത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. നസീമയാണ് കുണ്ട്രയിൽ നിന്നും. ശ്രീമതി നസീമ, എങ്ങനെയാണ് താങ്കൾ ഈ സ്വർണത്തിന്റെ ഈ വിലക്കയറ്റത്തെ കാണുന്നത്? സ്വർണ്ണത്തിന് പറഞ്ഞാൽ ഭയങ്കര വിലയായി. ഇത്രയും വില കൂടി ലോകത്ത് ഞാൻ കേട്ടിട്ടില്ല. എന്റെ കല്യാണം 76 എനിക്ക് 400 രൂപയാണ് സ്വർണ്ണത്തിന് വില. ആ സ്വർണം ഇത്രയും ആയി വന്ന് ഇത് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാതെ കിടക്കുന്നു. എന്തോ ചെയ്യും? പാവപ്പെട്ട എനിക്ക് 3 പെൺപിള്ളാരാ. സ്വർണ്ണമില്ലാതെ വിവാഹം കഴിക്കാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. അങ്ങനെ ഒരു രോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ഉണ്ടായേക്കാം, അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ സ്വർണ്ണത്തിന് കൂടിയ ചിലപ്പോ ഉണ്ടായേക്കാം, എനിക്ക് പറയാൻ പറ്റത്തില്ല. സ്വാഭാവികമായും ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ 3 പെൺമക്കളുള്ള ഒരു അമ്മയ്ക്ക് സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു അമ്മയ്ക്ക് ഇത്തരം ദുഃഖമുണ്ടാവുക സ്വാഭാവികമാണ്. അത് മഹാഭൂരിപക്ഷം പേരുടെയും പ്രയാസം തന്നെയാണ് നസീമ നമ്മളോട് പ്രകടിപ്പിച്ചത്. എന്തായാലും നമ്മളുടെ ഈ രീതി മാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മറുഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രേക്ഷകർക്കെല്ലാം നന്ദി. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.